ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് പൈപ്സ് ആരംഭിക്കുകയാണ്. മോർണിംഗ് പൈപ്സ് ഇന്നുള്ളത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് അതിഗംഭീരമായിട്ടുള്ള ജെയിംസ് സ്വന്തമാക്കിയ അതേ സ്റ്റേഡിയത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. ഈ സ്റ്റേഡിയം നമ്മൾ ഒരുപക്ഷെ കൂടുതലും ഈ കായിക ഇനങ്ങൾക്ക് വേണ്ടി എത്തുന്നു എന്നതിനപ്പുറം രാവിലത്തെ സ്റ്റേഡിയം വൈബ് അത് അതിഗംഭീരമാണ്. രാവിലെ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ നടന്നുകൊണ്ട് എത്രയോ പേരാണെന്നറിയോ. ഒരു വലിയ സംഘം എന്നാലും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവർ രാവിലെ നടക്കാൻ ഇറങ്ങിയ ചേട്ടന്മാരാണ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. രാവിലെ എല്ലാവരും എന്തുമായിട്ടാ വന്നിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഒരു കൂട്ടുകാരെ പൊക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങിയ ഒരു സംഘത്തെ എങ്ങനെയുണ്ട് രാവിലെ വൻ വൈബിലാണല്ലോ, വൻ എനർജി. രാവിലെ ഇവിടെ വരുന്നത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. രാവിലെ 1 മണിക്കൂർ ഇവിടെ കിടന്ന് തകർക്കുകയാണ്. നടക്കലും ബാക്കിയുള്ളവരെല്ലാവരുമായിട്ടുള്ള ഒരു സംസാരം ഇതൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ എൻജോയ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകും. അതെ അതെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് ഇല്ലെങ്കിൽ ആ ദിവസം പോയി. ആ ദിവസം എക്സസൈസ് ഒക്കെ പറയുന്നത് അതിന്റെ വശത്തൂടി നടക്കും. അത് തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. കോമഡിയും എല്ലാ ചർച്ചകളും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. ശരി, എന്നാലും അപ്പൊ ഞാനൊരാളെ പൊക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. പൊക്കാൻ വേണ്ടി നാളെ ഈ നടപ്പ് സംഘത്തിന്റെ കൂടെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുബീഷ് സുധിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു നായക വേഷം, നിങ്ങളുടെ കൂട്ടുകാരുടെ ഒരു നായകനാവാൻ പോവാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ചെറിയ ചെറിയ റോളിൽ നിന്ന് വന്ന ഇപ്പോൾ സിനിമയിൽ ഒരു നായക വേഷത്തിലേക്ക് എത്തിയ സുബീഷ് എന്റെ പഴയ സുഹൃത്തു കൂടി കേട്ടോ. പഴയ എന്ന് പറഞ്ഞാൽ കോളേജ് തലത്തിൽ തൊട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അത് ഒരു 2007 പരിചയപ്പെട്ടാണ് സുബീഷിന്. എന്താണ് സുബീഷ് ഇപ്പൊ നായകനായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കൂട്ടുകാരൊക്കെ കണ്ടതിൽ സന്തോഷം. നമുക്ക് പയ്യെ നടന്നാലോ? സുബീഷ്, അപ്പൊ എങ്ങനെയുണ്ട് ഈ രാവിലത്തെ നടപ്പും ഇവരുടെ ഉള്ള കമ്പനിയൊക്കെ? അല്ല, ഇവർക്ക് ഞാൻ വളരെ എനിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു വർഷങ്ങൾക്കായി ഇതാക്കുന്ന ഒരു ജീവിതചര്യയാണ്. ഇവർക്ക് ആർക്കും ഒരു അസുഖമില്ല. പലരും 50 കഴിഞ്ഞാണ്. ഇവരെല്ലാരും എന്റെ വേട്ടന്മാരാണ്. പക്ഷെ ആർക്കും ഒരു അസുഖമില്ല. കാരണം ഇവര് കൃത്യമായ ജീവിതചര്യ അത് നമ്മളെപ്പോലത്തെ പുതുതലമുറയും നമുക്ക് ശേഷമുള്ള തലമുറയും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മാത്രം ഇവിടെ വന്നാലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഞാൻ അച്ചായം വഴിയാണ് പിന്നെ ഒരു 2012 ഇവിടെ എത്തുന്നത്. അച്ചായന്റെ സൗണ്ട് ഈ സ്റ്റേഡിയം മൊത്തം കേൾക്കും. അച്ചായന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു. ഇത്ര ഭീകരനായിരുന്നു അച്ചായൻ. അച്ചായൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ഫിഷിംഗിന്റെ ബിസിനസ്സാണ്. കപ്പൽ മുതലാളി? കപ്പലില്ല, ബോട്ട്. എങ്ങനെയുണ്ട്? നല്ല ബിസിനസ് ഗംഭീരമായി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമാണ്. ഇങ്ങനത്തെ വൈബാണ് ഇവിടെ ഉള്ളത്. എല്ലാ ടൈപ്പ് ടോപ്പിക്കും ഉണ്ട്. അല്ലാതെ ഒന്നേൽ നിൽക്കില്ല. ഞങ്ങൾ വന്ന 1.5 മണിക്കൂർ ഇവിടെ എൻജോയ് ചെയ്ത് പോവുക. എല്ലാവരുമായിട്ട് ഒരു ഗ്യാങ് എല്ലാവരുമായിട്ട് ഇവിടെ സഹകരിക്കും. നിങ്ങൾ ആരോട് ചോദിച്ചാലും ഞങ്ങളെ അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഈ സുബീഷിന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ നിങ്ങൾ എല്ലാവരും? കാണും. എല്ലാരും കാണാം. എല്ലാ സിനിമയും കാണാറുണ്ട്. സുബീഷിന്റെ അഭിനയം എങ്ങനെയാ? ഒന്ന് മെച്ചപ്പെടുത്താനുണ്ടോ? സജഷൻ വല്ല കൊടുക്കാനുണ്ടോ? സുബീഷ് എന്ന് പറഞ്ഞാൽ സുബീഷിന്റെ സിനിമയിലുള്ള ഡെഡിക്കേഷൻ ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട അന്ന് മുതൽ പുള്ളിക്ക് സിനിമയായിട്ടുള്ള ഒരു തലേ കയറി നടക്കുന്ന ആളാണ്. എല്ലാ ഇതും സിനിമയായിട്ട് കണക്ട് ചെയ്ത് സിനിമയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയാനും ഇതൊക്കെ ഒരു പുള്ളിക്ക് ഒരു ഹരമാണ്. ഇപ്പൊ സുബീഷിന്റെ ത്രൂ ഞങ്ങളും ആ സിനിമയിലോട്ട് വരുന്നു എന്നുള്ള സംശയമുണ്ട്. ഇപ്പൊ സുബീഷിന്റെ പൊസിഷൻ അടിച്ചു മാറ്റും തോന്നുന്നു അച്ഛന്മാര്. ദിനേശ് ചേട്ടനല്ലേ? ദിനേശ് ചേട്ടൻ. ഓക്കെ, ചേട്ടന്റെ പേര്? ജോർജ് ചേട്ടൻ സ്ഥിരം നടക്കാറുന്ന ആളാണ്? സ്ഥിരം നടക്കാൻ 97 മുതൽ ഇവിടെ നടക്കുന്ന ഒരാളാണ്. ഓഹോ, അപ്പൊ അതാണ് ഈ ആരോഗ്യത്തിന്റെ അതൊരു രസമാണത്. രാവിലെ ഒരു 5:30 മണിക്ക് ഇവിടെ വരുവാന്നുള്ളത് അത് വന്നില്ലെങ്കിൽ വലിയ അന്നത്തെ ഒരു ദിവസം പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവര് രാവിലെ നടപ്പൊന്നുമല്ല, കൂടുതൽ അധ്വാനം വ്യായാമം നാക്കിനാണെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൻ സാധനം അതാണ്. എല്ലാരും അവിടെ ഒരു ഇരിപ്പുണ്ട്. ഒരു 20-30 മിനിറ്റ് ഇരിക്കും. ആ സമയത്ത് ചായ കുടിക്കുന്നവരൊക്കെ ഒരു ചായ കുടിക്കും. പിന്നെ പല ചർച്ചകൾ നടക്കും. നല്ല നല്ല ചർച്ചകൾ നടക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ബാക്കിൽ പച്ചക്കറി ഉണ്ട്. അത്യാവശ്യം വീട്ടിലേക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാവരും വീട്ടിലോട്ട് പോകും. അതാണ് സുബീഷിന്റെ ഈ സിനിമയുടെ പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജും സുബീഷ് ഞങ്ങളായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് അപ്പൊ ഈ സിനിമ റിലീസ് ചെയ്യണ അന്ന് തന്നെ നമുക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് സുബീഷ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്രയും അധ്വാനിച്ച് പുള്ളി ചെയ്ത സിനിമയുടെ ഒരു റിസൾട്ട് പോസിറ്റീവ് ആവുന്നുള്ളൊരു സംശയമില്ല. അത് നമ്മൾ ഏതായാലും നമുക്ക് ആ ഒരു ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. റിലീസിനെ ആഘോഷിക്കണ്ടേ? ഡെഫിനറ്റ്ലി അത് വലിയൊരു ആഘോഷം തന്നെയാണ്. ഞങ്ങൾക്ക് സുധീഷിന്റെ വളർച്ച വലുതായിട്ട് ആഘോഷിക്കാൻ ഇരിക്കുവാണ് ഞങ്ങള്. അത്രയ്ക്ക് സന്തോഷമാണ്. ഇത്ര നമ്മുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇത് വന്നത്.
റിലീസിന്റെ അന്ന് തന്നെ പോവുകയും ചെയ്യും ഞങ്ങള്. ഞങ്ങൾ സിനിമ എന്താന്ന് ചോദിച്ചു നിൽക്കണം ഓരോ ദിവസവും. എന്താ റിലീസ് ചെയ്യാത്ത? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങള് ഒത്തിരി ആളുകൾ നിൽക്കണത് കാര്യം സുബീഷിന്റെ ഓരോ ദിവസത്തെ പരിപാടികളും. ഇങ്ങനത്തെ ഒരു ഐഡിയയില് ഇപ്പൊ ന്യൂ ജനറേഷൻ സിനിമയ്ക്ക് വരുന്നു, ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയയിലാണ് എല്ലാം സക്സസ് ആവുന്നത്. അപ്പോൾ വലിയൊരു സ്റ്റാർ വാല്യൂ മറ്റുള്ള സിനിമ സക്സസ് ആവുന്നതിനെക്കാട്ടും ഒരു സിമ്പിൾ ഐഡിയയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളത് ഉറപ്പാണ്. സുബീഷ് ഇനിയും സിനിമാ ലോകത്ത് ഇനിയും നല്ല ഉയരങ്ങൾ കിട്ടും, യാതൊരു സംശയമില്ല അതിനകത്ത്. ഉറപ്പായിട്ടും, എന്താ സംശയം? കാരണം സുബീഷ് സിനിമാ മോഹവുമായി നടന്ന സുബീഷിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഈ വരുന്ന വഴിയിൽ സുബീഷിന്റെ ഈ പോസ്റ്ററുകളൊക്കെ നായക വേഷത്തിലൊക്കെ കണ്ടപ്പോ എനിക്ക് തന്നെ വലിയ സന്തോഷം തോന്നി. സുബീഷ്, ആ ഒരു ഫീൽ എന്താ ഈ നായകൻ എന്നുള്ള ഒരു ഗെറ്റപ്പ്? അല്ല, നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന വഴികളിലെ നമുക്ക് നേടിവരുന്ന സൗഭാഗ്യങ്ങൾ മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സന്തോഷം. നമ്മൾ ഒരുപാട് കാലത്തെ കഠിനാധ്വാനം നമ്മൾക്ക് ഇവിടത്തേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചിട്ട് മനസ്സിലാഗ്രഹിച്ചിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. പക്ഷേ ഇത് എല്ലാവരോടും പറയുമ്പോൾ ചിലപ്പം അത് വിശ്വസനീയമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ആ വഴികളിൽ നേടിവരുന്ന സൗഭാഗ്യങ്ങളായിട്ട് ഇതിനെ കാണുന്നുള്ളൂ. ഇതൊരു ജോലിയാണ്. ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കുക, ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്താണ് ഈ പയ്യന്നൂർ കോളേജിലെ ആ വരാന്ത ഉണ്ടല്ലോ, ആ വരാന്തക്കിടയ്ക്ക് സിനിമാ മോഹവുമായി അടഞ്ഞു തിരിഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലാൽ ജോസിന്റെ സിനിമയിലൂടെ എൻട്രി, ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധേയമായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ, അങ്ങനെ നമുക്കൊരു സ്ഥിരപരിചിതനായിട്ടുള്ള നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു ആള് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ സുബീഷ് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നായക വേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്നാലും നമുക്ക് ചെറിയ ചെറിയ ഒരു വാർത്തയൊന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം, കുഴപ്പമില്ലല്ലോ? എല്ലാവരും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യില്ലേ? വെയിറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും വാർത്തകൾ അതിവേഗത്തിൽ ഒന്ന് പോയി വരാം. ഫാസ്റ്റ് ന്യൂസുമായി സ്റ്റുഡിയോയിൽ അവിടെ തയ്യാറാണ്. നമുക്ക് പോകാം അതിവേഗത്തിലെ വാർത്തകളുമായി ഫാസ്റ്റ് ന്യൂസിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ മുന്നണികൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. CPM CPI സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഒരുമിച്ച്. ഇന്നത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. മാസപ്പടി കേസിൽ KSIDC ഹർജി ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം. ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി ഷോൺ ജോർജ്. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് സാബു M ജേക്കബ്. തന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കും. സ്വപ്ന സുരേഷിന്റെ കയ്യിലുള്ള ബോംബല്ല തന്റെ കയ്യിലെന്നും ആറ്റം ബോംബാണ് കയ്യിലുള്ളതെന്നും സാബു. ചാലക്കുടിയിൽ ചാർലി പോളും എറണാകുളത്ത് ആന്റണി ജൂഡിയും 2020 സ്ഥാനാർത്ഥി. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇകഴ്ത്തി സംസാരിച്ച ഷിബു ചക്രവർത്തിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കടുത്ത മറുപടി. അവസരം തന്നാൽ എന്തും പറയാമെന്ന നിലയാകരുത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളുണ്ട്, എന്നാൽ ഇകഴ്ത്തിക്കാട്ടരുതെന്നും മുഖ്യമന്ത്രി. വിമർശനം സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും. പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധി കോടതി ശരിവെച്ചത് കഴിഞ്ഞയാഴ്ച. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്ര നാളെ തിരുവനന്തപുരം ജില്ലയിൽ. പൊതുസമ്മേളനങ്ങൾ ആറ്റിങ്ങലിലും നെടുമങ്ങാട്ടും നടക്കും. സമാപന സമ്മേളനം 29-ന്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാകും ഉദ്ഘാടനം ചെയ്യുക. പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ 50,000 പേർ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. പോലീസ് സംരക്ഷണം തേടി കോടതിയെ സമീപിച്ചത് ഗവർണർ. നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ. വഴിതടച്ച സുരക്ഷ ഉറപ്പാക്കാമെന്ന നിലപാടിൽ സർക്കാർ. ചർച്ച് ബിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കരുതെന്ന് മാർത്തോമൻ പൈതൃക സംഗമത്തിൽ ഗവർണറോട് ഓർത്തഡോക്സ് സഭ. ഭരണഘടന അട്ടിമറിക്കുന്ന ഒന്നും താൻ അനുവദിക്കില്ലെന്ന് ഗവർണർ. ഭരണഘടനയും നിയമവും സംരക്ഷിക്കുമെന്നും ഗവർണർ. മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസ്. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സോഫി തോമസ്. വയനാട് മുള്ളംകൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ഇന്നും ദൌത്യസംഘം തെരച്ചിൽ തുടരും. കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചു. ബത്തേരി റേഞ്ചിൽ പട്രോളിംഗ് ശക്തം. കടുവ ഇറങ്ങിയത് നായക്കട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നൂൽപ്പുഴ കല്ലൂർ ജനവാസ മേഖലയിൽ. വയനാട്ടിലെ ഓപ്പറേഷൻ ബേലൂർ മഗ്ന താൽക്കാലികമായി നിർത്തിവെച്ചു. കർണാടക ഉൾവനത്തിൽ ആന തുടരുന്നു. കാട്ടാന ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് തടയാൻ കേരള വനം വകുപ്പ് നിരീക്ഷണം തുടരും. കഴിഞ്ഞ 15 ദിവസം നീണ്ടുനിന്ന ദൌത്യം അവസാനിപ്പിച്ചത് ഞായറാഴ്ച.
സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ ചൂട് കൂടാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വാരകയിലും സ്കൂബ ഡൈവിംഗ് നടത്തി. ദ്വാരക ക്ഷേത്രം സന്ദർശിച്ച ശേഷമായിരുന്നു നാവികസേനാംഗങ്ങൾക്കൊപ്പം സ്കൂബ ഡൈവിംഗ് നടത്തിയത്. ഗോമതിഘട്ടിലെ സുദാമ പാലം കടന്ന് പഞ്ച്കൂയി ബീച്ചിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്നും 2 നോട്ടിക്കൽ മൈൽ അകലെയാണ് സ്കൂബ ഡൈവിംഗ് നടത്തിയത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുന്നു. ചിത്രം 50 കോടി ക്ലബിലെത്തിയതായി നിർമ്മാതാക്കൾ. ഒരു ഹൊറർ മിസ്റ്ററി ചിത്രം കേരളത്തിൽ 50 കോടി ക്ലബിലേക്ക് എത്തുന്നത് ആദ്യം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയിക്കാൻ 152 റൺസ് കൂടി വേണം. ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 40 റൺസ് എന്ന നിലയിൽ. ക്രീസിൽ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാൾ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജെയിൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 5 വിക്കറ്റ് ജയം. ഗുജറാത്ത് ജെയിൻസ് ഉയർത്തിയ 127 റൺസ് വിജയലക്ഷ്യം. 18.1 ഓവറിൽ 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് അടിച്ചെടുക്കുകയായിരുന്നു. ഓക്കെ, എം ജി രേണുകയാണ് അതിവേഗത്തിലുള്ള വാർത്തകളുമായി നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും മോർണിംഗ് വൈബ്സ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മോടൊപ്പം ഒരു സംഘമുണ്ട്. ആ സംഘത്തെ നയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സുബീഷ് ഇപ്പോൾ സിനിമയുടെ റിലീസിന്റെ ടെൻഷനൊക്കെയാണ്. ഈ ടെൻഷനൊക്കെ റിലീഫ് ആക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സംഘാംഗങ്ങളാണെന്ന് തോന്നുന്നു. രാവിലെ വൻ ജോളിയാണ്. മോർണിംഗ് വൈബ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസങ്ങളായി മോർണിംഗ് വൈബ്സ് ആരംഭിച്ചെങ്കിലും ഇത്രയും വൈബോടുകൂടി ആരംഭിച്ചത് ആദ്യമാണെന്ന് തോന്നുന്നു. എന്റെ എനർജിയാണ് നിങ്ങൾക്ക്. അച്ചായന്റെ ഒക്കെ എനർജി, ആ മീശയൊക്കെ ഒറ്റ ലുക്ക് കാണണം. അത്ര സൗന്ദര്യമാണോ എനിക്ക്? എന്താ സംശയം? എന്നിട്ട് അവൻ എന്നെ സിനിമയിൽ എടുത്തില്ല. സുബീഷ് ഉറപ്പായിട്ടും അച്ചായനൊരു ചാൻസ്. ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സീരിയസ്ലി ഞാൻ വിളിച്ചിരുന്നു. ഞാൻ റൂം വരെ കാഞ്ഞങ്ങാട് പറഞ്ഞത് ചോദിച്ചു നോക്ക്. വിളിച്ചായിരുന്നോ സിനിമയിലേക്ക്? എന്നിട്ട് എന്താ പോവാതെ ഇരുന്നല്ല, എന്ത് വേഷം തരുന്ന പറയാൻ കൊണ്ടാണ് പോയത്. ഈ എനർജിയിൽ പോസിറ്റീവായിട്ട് രാവിലെ തുടങ്ങിയ ആ ദിവസം എങ്ങനെ മോശമായിരിക്കും. എന്തായാലും നമ്മള് സുബീഷ് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവരും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് അച്ചായ, ജപിച്ചായ, ജോർജ് ഏട്ടൻ, ദിനേശ് ഏട്ടൻ, ഫ്രാൻസിസ്, പീറ്റർ ഏട്ടൻ, പിന്നെ ആനച്ചേട്ടൻ നമ്മളെ എന്റെ ഹൗസ് ഓണറാണ്. എങ്ങനെയാ വാടകക്കാരൻ കൊള്ളാമോ? പ്രശ്നക്കാരനാണോ? ഇത് സൺലേട്ടൻ എന്ത് ചെയ്തു? ഇത് ബെന്നിച്ചേട്ടനും ബിസിനസ്. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇവരുടെ ഒരു രാവിലത്തെ പ്രധാനപ്പെട്ട സംഘങ്ങൾ. രാവിലെ 5:30 ഇത് നടത്താരംഭിക്കുന്നവരാണ്. എവിടെ നിന്ന് ആരംഭിക്കുന്നത് ചേട്ടാ? ഞങ്ങൾ ഈ റൗണ്ട് ഈ സർക്കിളിന്റെ ഇവിടെ തന്നെ വണ്ടി കൊണ്ടുവന്നത് ഇവിടെ അങ്ങ് തുടങ്ങും. എനിക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കും. എനിക്ക് തോന്നുന്നേ ഈ നടത്തത്തെക്കാൾ രസകരം ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ചായയോടെയും വർത്താനാണെന്ന് തോന്നുന്നു. ആ എരിപ്പാണ് ഒരു രസമാണ്. അത് ഭയങ്കര രസകരമായ പല ചർച്ചകളും നടക്കും. ഈ കഴിഞ്ഞ 10-12 വർഷം ഞാനിവിടെ സ്ഥിരം കാണുന്ന. പക്ഷെ ഇവരുടെ കൂടെ നടന്ന പല മുഖങ്ങളും ഇപ്പൊ കുറെ ആൾക്കാരെ കാണുന്നില്ല. ഇവർ സ്ഥിരമായിട്ട് ഉണ്ട്. ഞാൻ 14 വർഷത്തെ കാണുന്നു. 14 വർഷമായിട്ട് നടക്കുന്നുണ്ട്. ഇവര് 14 വർഷമായിട്ട് ഇവര് 14 വർഷം എന്നല്ല, നേരത്തെ 97 തൊട്ടാ 97 മുതൽ ഇവിടെ നടക്കാൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടിയാണ്. ഇപ്പൊ ഒത്തിരി കാലമായി കാര്യം ഇവിടെ നടപ്പെന്ന് പറഞ്ഞാൽ അതൊരു ദിവസം എന്ന് പറഞ്ഞാൽ അത് നടന്നില്ല ഒരു സുഖമില്ല. അത് തന്നെയല്ല, അതിനപ്പുറം എല്ലാവരുമായിട്ട് കാണുക, എല്ലാ ദിവസവും കാണുക, പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക. അതുപോലെ സുബീഷ് വരും. സുബീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുബീഷിനെ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറയുവാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു മനുഷ്യത്വം ഉള്ള ഒരാളാണ്. കാര്യം ഈ സ്റ്റേഡിയത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരാൾ കുഴഞ്ഞു വീഴുന്നു. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താണ് ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് ആർക്കാണെങ്കിലും. ഈ സുബീഷ് ഓടിപ്പോയി ആളെ പോയി എടുത്ത് പൊക്കിയെടുത്ത് വണ്ടി കയറ്റി വിടുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് നാച്ചുറലാണത്. അതൊന്നും നമുക്ക് എനിക്ക് മറക്കാൻ പറ്റൂല. ഞാൻ പലരോട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് സുബീഷിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനും കൂടിയാണ് പുള്ളി. അപ്പൊ ഇത് സുബീഷ് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനിത് മനസ്സിൽ കയറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വളരെ ഇതായിട്ട് എടുത്തൊരു കാര്യമാണ് അത്. അന്നെല്ലാവരും ആളുകളുണ്ടെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സുബീഷാണ് ഓടി വന്നിട്ട് ആളെടുത്ത് ഫസ്റ്റ് എടുത്ത് ആ വണ്ടി കയറുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അപ്പൊ സുബീഷ് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും
ഒരു ഊർജ്ജം പകരുന്ന ഒരാളാണ്. പിന്നെ ബാക്കി എല്ലാവരും ആരും മോശമില്ലല്ലോ. ഇപ്പൊ ആരും എല്ലാവരും പോസിറ്റീവ്. മൈക്കിന്റെ മുമ്പിൽ എല്ലാവരും ഇപ്പം മൗനമായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, അത് ഞാൻ ഞെട്ടിപ്പോ ടീച്ചറൊന്നും മിണ്ടുന്നില്ല. എനിക്ക് ഈ സംഘത്തില് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയുള്ള അച്ചായനാണ്. അച്ചായൻ കിട്ടുവാണ്. അല്ല, നമ്മൾ അങ്ങനെയുള്ള നമുക്കിവിടെ എങ്ങനെ നമുക്ക് ഒരു രസമായിട്ട് 1 മണിക്കൂർ ചെലവാക്കാവുന്നുള്ളതാണ്. അല്ലാതെ നമുക്കിവിടെ വേറെ കരയാൻ പറ്റുന്നതല്ല. എല്ലാവരും ഈ സ്റ്റേഡിയത്തിൽ വരുന്ന ഒരാൾ പോലും ഞങ്ങളുടെ ഗ്യാങ്ങിനെ മറക്കൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ടി വിക്കാരും വരുന്നുണ്ട്. എല്ലാ ചർച്ചയിലും ഞങ്ങളുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വീക്ഷിക്കുമ്പോൾ ഇതുപോലൊരു റൗണ്ട് കവർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഇല്ല. ഇന്ന് ഞങ്ങളുടെ ഗ്യാങ് തിങ്കളാഴ്ച ആയിട്ട് സ്ട്രോങ് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഞായറാഴ്ചത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞ് വരാത്തവരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വളരെ വലിയൊരു ഗ്യാങ്ങാണ്. ആര് സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ടോ ഈ ഗ്യാങ്ങിനെ അറിയാൻ മേലാത്ത ഒരാൾ പോലും ഇല്ല. നോയ്സ് ഓഫ് സ്റ്റേഡിയം എന്നാണ് ഞങ്ങളുടെ ഗ്യാങ്ങിനെ അറിയപ്പെടുന്നത്. ഈ സ്റ്റേഡിയത്തെ അലമ്പുണ്ടാക്കുന്ന ടീം അല്ല, സ്റ്റേഡിയം പറഞ്ഞോണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ശരിക്കും നോയ്സ് ഓഫ് സ്റ്റേഡിയം എന്നാണ് പേര്. സ്റ്റേഡിയം എന്നാണ് ശരിക്കും പേരിന്. ഞങ്ങൾ അപ്പുറത്ത് നടന്നാൽ ഇപ്പുറത്തറിയാം. അതാണ് ഞങ്ങളുടെ ഒച്ച. എനിക്ക് തോന്നുന്നു ഈ നോയ്സ് ഓഫ് സ്റ്റേഡിയത്തിലെ ലൗഡ് സ്പീക്കർ അച്ചാനാന്ന് തോന്നുന്നു. അങ്ങനെ പറയാതെ ഹരം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാരെയും എന്റർടൈൻ ചെയ്യുക. നമ്മൾ ചിരിച്ച് ഉല്ലസിച്ച് നടക്കുന്നു, വേറെ ഒന്നുമല്ല. അല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നാൽ ഞാൻ അച്ഛനെ വിളിക്കുക. ഇത് പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടോ? അച്ഛൻ അതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കും. ഇവിടെ ഏത് ഹോട്ടൽ തുടങ്ങിയത്, പുതിയ ഹോട്ടൽ ഫുഡ് പ്രേമിയാണോ? പ്രേമിയാണോ എന്ന് കണ്ടറിയാമല്ലേ? ഭക്ഷണത്തിന്റെ പ്രിയം തീർക്കാൻ വേണ്ടി രാവിലെ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് പോവാ, നമുക്ക് അവിടെ ഒന്നും കഴിക്കാം. അപ്പൊ അറിയാം വീട്ടിലെ ഭക്ഷണം പ്രിയമുള്ള ആൾക്കാരാണോ, ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരാണോ വീട്ടിലുള്ളതെന്നൂടെ അവരെയും കൂടെ പരിചയപ്പെട്ടേച്ച് പോവാം. ഉറപ്പായിട്ടും രാവിലെ എന്തായാലും ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ഉണ്ടാവും. അപ്പം സുബീഷേ, ഈ ഇവരുടെ ഈ ഒപ്പമുള്ള ഈ എനർജി, ഈ പോസിറ്റിവിറ്റി എങ്ങനെയുണ്ട് രാവിലെ നമ്മൾ ഒരു ലൈഫ് ആരംഭിക്കുമ്പോൾ? അതാണ് ഏറ്റവും നിർണായകം. നമ്മൾക്ക് ഈ മനസ്സിൽ ഈ പിന്നെ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള എനർജിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അതൊരു ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമ്മളെ സങ്കടങ്ങൾ മറക്കും. നമ്മൾ വളരെ ഭയങ്കരമായിട്ട് ഉന്മേഷമായി മാറും. അത് വളരെ ഗുണം ചെയ്യും. നമ്മളെപ്പോലത്തെ ഒരു ഈ കലാ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര, ഒന്നാമത് സിനിമാ മേഖലയിലൊക്കെ ഭയങ്കര സംഘർഷമുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇവർ പലപ്പോഴും വളരെ എനർജറ്റിക് ആക്കുന്ന സംസാരങ്ങൾ, നടത്തങ്ങൾ, ചിരികൾ, ട്രോളുകൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമാണ്. പക്ഷെ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും. നമ്മൾ സംസാരിക്കാത്ത ആൾക്കാരും വന്ന് ഇവിടെ സംസാരിക്കും. അങ്ങനെ ഒരു എനർജിയുള്ളൊരു ടീമാണ്. ഈ നിങ്ങളുടെ രാവിലത്തെ സംസാരങ്ങളിൽ 1-2 വിഷയങ്ങൾ എന്റെ അടുത്ത് പറയാമോ? ഇനി വീട്ടുകാർ കേൾക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ ലൈവാണ്. ഞങ്ങൾ കവർ ചെയ്യാത്ത ഒരു ടോപ്പിക്കും ഇല്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നു. ഞങ്ങൾ എല്ലാ സുധാകരൻ ഇന്നലെ പറഞ്ഞ കാര്യം പോലും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിന്റെ അപ്പുറം ഞങ്ങൾ ചർച്ച ചെയ്യും. ഈ ലോകത്തിന്റെ കീഴിൽ എന്തൊക്കെ വിഷയമുണ്ടോ എല്ലാം ഇവിടെ ചർച്ച ചെയ്യും. ക്രിക്കറ്റ്, ഫുട്ബോള്, മറ്റേത് എല്ലാം, സിനിമാ ഫീൽഡ്, പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയാനുള്ള ആകാംക്ഷമുണ്ട്. നമുക്ക് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഞങ്ങൾ ഡീറ്റെയിൽഡ് ആണ്. ഞാനത് ഉദ്ദേശിച്ചില്ല. ഇവരുടെ സംസാരങ്ങൾ എന്തൊക്കെയെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവർ അധികം ഡിസ്ക്ലോസ് ചെയ്യില്ലാന്ന് തോന്നുന്നു. അപ്പൊ നാളെ വന്നാൽ ഞങ്ങളുടെ കൂടെ നടക്കുമ്പോ ആ ടോപ്പിക് കംപ്ലീറ്റ് മനസ്സിലാവും. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഇവിടെ വിട്ടു പോവാത്ത രീതിയിലുള്ള ഒരു ഇത് വരും. ഇവിടെ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ കുരുക്കിയിടാനുള്ള ശ്രമം അത്രേ ഉള്ളൂ. നടക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സുബീഷിന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. സുബീഷിന്റെ ഈ ഷൂട്ടിംഗ് ഇതിനൊരു പ്രൊഡ്യൂസർ കൂടിയാണ് സുബീഷ് അല്ലേ? അങ്ങനെയൊന്നുമില്ല, 3-4 സുഹൃത്തുക്കളുണ്ട്. 3-4 സുഹൃത്ത് പ്രൊഡ്യൂസർമാരിലൊന്നല്ലേ? അങ്ങനെ പൈസ ഇല്ല, അങ്ങനെ പറയല്ലേ. കുറെ പ്രയത്നിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു എഫോർട്ടും എങ്ങനെ ഇത് ഉരുത്തിരിഞ്ഞത്? ഒരു കേന്ദ്ര സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമ, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള പേര് വന്നതും ആ ഒരു ത്രെഡിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ നിസാം റാവുത്തർ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ, പത്തനംതിട്ട ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ത്രെഡ് എന്നോട് വന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പേരാണ് എനിക്ക് ആദ്യം കൊടുത്തത്, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ വേറെ നായകന്മാരുടെ അടുത്ത് പോയി സമയം കളയണ്ട, നിങ്ങളാണ് ഈ നായകൻ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇനി വേറെ സിനിമയിലേക്ക് വിളിക്കുമോ. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം മുമ്പ് ഒരു സിനിമയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ നായകനായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേറെ ആളും വിളിക്കില്ല, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ധൈര്യപരം മുന്നോട്ട് പോയി തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ അവിടെയുള്ള
രണ്ടു സുഹൃത്തുക്കൾ ഇതിൽ ഈ കഥ ഈ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ അപ്പുറത്ത് ഈ സിനിമയുടെ കഥ ഭയങ്കര സംഭവം. നമ്മളെ ഈ കഴിഞ്ഞ മാസം ഈ കേരളത്തിൽ 26,000 ആശാവർക്കർമാരുണ്ട്. അപ്പോൾ അവരുടെ പ്രതിനിധികൾ എല്ലാ ജില്ലയിലെ മെയിൻ ആൾക്കാരെ ഈ പടം കാണിച്ചു ലാൽമീഡിയയിൽ വെച്ചിട്ട്. അപ്പോൾ അവർ ലാൽമീഡിയയിലേക്ക് വരുന്നതിന് അവർക്ക് ഭയങ്കര കൗതുകമാണ്. കാരണം അവർ പടം കണ്ട് വന്നപ്പോൾ അവരെല്ലാവരും കൈയടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ അവർ 26,000 ആളും ഒരു 8-9 ജില്ലയിൽ കൺവെൻഷൻ വിളിച്ചു ഈ പടം വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ വെളിപ്പെടുത്തിയില്ല. അപ്പൊ അത്തരം ഒരു ഈ സിനിമ എന്തായാലും എല്ലാവരും എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരെയും ഇഷ്ടപ്പെടും, ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഭാരത സർക്കാർ ഉൾപ്പെടെന്നുള്ള ഈ സിനിമയുടെ പേര് മോഡി അറിഞ്ഞു. അപ്പൊ മോഡി ഇന്ത്യയുടെ പേര് തന്നെ ഭാരതം ആക്കി. അതാണ് ഏറ്റവും ഈ സിനിമക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോ ശേഷമാണ് ഭാരത് എന്നുള്ള പേര് വരാനുള്ള ആഗ്രഹം. ഇതിനെ പോലെ പ്രമോഷൻ നമുക്ക് വേറുന്നുണ്ട്. ഇതിനെ പോലെ പ്രമോഷൻ വേറുന്നുണ്ട്. അല്ല ഇത് ഭയങ്കര സംഭവം പറഞ്ഞത്. കാര്യം നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല സംഭവം. ഈ മോദിജി വരെ ഈ ലെവലിലേക്ക്. അല്ല അത് കറക്റ്റാട്ടോ. നമ്മളെ പടത്തിന് പേരിട്ടതിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി ഇങ്ങനൊരു ഓക്കെ. ഞാൻ മൈക്കുമായിട്ട് വരാം. എന്താ പറഞ്ഞേട്ടാ ഡിസ്കഷൻ എങ്ങനെയായിരിക്കും ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാല് അത് ഞങ്ങൾ പൊലിപ്പിച്ച് ഒരു വിധത്തിലാക്കും. അതിന്റെ അകത്ത് യാതൊരു വ്യത്യാസമില്ല. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്ക് അത് തന്നെയായിരിക്കും. ഒരാളെ കെട്ടിയ കൊന്ന് കുഴിച്ചുമൂടി കെട്ടിയിലടങ്ങിയിരിക്കുന്നു. പിന്നെ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ സമയം എടുക്കുന്നത് എന്താണ്? ഇത് പുതിയൊരു ആളോട് വന്നിട്ടുണ്ടല്ലോ സുബീഷ്, പുതിയൊരു പേര് വിനോദ്. രാവിലെ നടക്കാറങ്ങിയില്ലേ? ഇന്ന് വന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്. നോർമലി എല്ലാ ദിവസവും വരാറുണ്ട്. ഓക്കെ. ഞാൻ ബാക്കി എല്ലാവരോടും ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ഓക്കെ. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടു, നമ്മൾ ആദ്യം പരിചയപ്പെട്ടിരുന്നു. ഓക്കെ. അപ്പൊ സുബീഷ്, ഇനിയും ഈ സിനിമയിലെ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് ആലോചനയിൽ തന്നെ സുബീഷ് നൂറിന്റെ ആയിരുന്നു ചിത്രത്തിന്റെ തുടക്കം തന്നെ. അതെ അതെ അതെ. എന്നെ വെച്ചിട്ടായിരുന്നു മുപ്പർ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ സുഹൃത്തുക്കൾ കൂടി പ്രൊഡക്ഷൻ ഏറ്റെടുത്തത്. വേറൊരു പ്രൊഡക്ഷൻ കമ്പനി പോയി പിച്ച് ചെയ്ത് അവർക്ക് എങ്ങനെ ഈ സിനിമയെ എടുക്കുന്ന നമുക്കറിയില്ല. കാരണം ഞാൻ 1.5 വർഷമായി വേറൊരു സിനിമയിൽ പോലും അഭിനയിക്കാൻ പോകാതെ ഇതിൻ്റെ പിറകിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നന്നായി വരാനുള്ള കാരണം നമ്മൾ കുറച്ച് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയുടെ റിസൾട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളത്തിലെ കുറേ നടന്മാർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ലാൽ ജോസ് സാർ ആദ്യമായിട്ട് ഒരു വേഷം, പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ജാഫർ ഇടുക്കി, ഹരീഷ് കണാരൻ, അജു വർഗീസ്, പിന്നെ ജോയി മാത്യു, വിജയ് ബാബു, 96-ലെ ഗൗരി ജി കിഷൻ, പിന്നെ ഷെല്ലി കിഷോർ, ദർശന നായർ, കുറെ ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോ ഈ ലാൽ ജോസിന്റെ കാര്യം പറയുമ്പോൾ ഈ ലാൽ ജോസ് ആയിട്ടുള്ള കണക്ഷൻ എന്താണ്? ലാൽ ജോസ് സാറിന്റെ ഞാൻ സിനിമയായിട്ട് ഈ പയ്യന്നൂർ കോളേജ് പഠിക്കുന്ന കാലത്തെ സിനിമ അതിയായ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം എറണാകുളത്ത് വരുന്നത് 98-ൽ സംസ്ഥാന. ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഈ സിനിമ അതേ ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ, അത് എവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ലാൽ ജോസിലേക്ക് ഇങ്ങനെ ഇത്രമാത്രം സിനിമാ മോഹം വന്നത്? അങ്ങനെ ഞാൻ മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ എറണാകുളത്ത് വരുന്നത് എറണാകുളത്ത് വന്ന് ഞാൻ ആദ്യം തങ്കം ടൂറിസ്റ്റ് ഹോമിലാണ് താമസിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക 98-ൽ. അപ്പൊ ഇപ്പൊ ഞാൻ ആ തങ്കം ടൂറിസ്റ്റ് ഹോം തങ്കം ടൂറിസ്റ്റ് ഹോം ഇപ്പൊ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ തൊട്ടിപ്പുറ ആ പാലത്തോട് ചേർന്ന് അല്ലേ? അപ്പൊ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് പിന്നെ അന്നേരം ചെറിയ കുട്ടി ചൈൽഡ്ഹുഡ് തൊട്ട് സിനിമ എനിക്ക് ഭയങ്കര ആവേശം. അപ്പൊ ഞാനങ്ങനെ പയ്യന്നൂരിലെത്തിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമ പിന്നെ ഡിഗ്രി കഴിയാൻ ഇനി എന്ത് ഇതിലെ ചോദ്യം വലിയൊരു സംഭവമാണല്ലോ. ബാക്കി എല്ലാവരും ഉപരിപഠനത്തിന് പോയി. അപ്പൊ ഞാൻ അന്നേരം സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ നമ്മളെ കോളേജിൽ അഖില എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യ വിഷൻ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനങ്ങനെ ഇയാളെ വിളിച്ചപ്പോൾ ബുദ്ധിമുട്ടി, കാരണം നികേഷ് ഏട്ടനാ. അങ്ങനെ നികേഷ് കുമാർ പയ്യന്നൂരുകാരനാണല്ലോ. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം വന്ന് കണ്ടോ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ എറണാകുളത്ത് നമ്മളെ ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോൾ ആ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ ഇവർ എറണാകുളം ഇവിടെ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റേ കടവന്തൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, നീ വരുന്നുണ്ടെങ്കിൽ ഒരു 400 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പൈസ തരുന്നില്ല, എറണാകുളത്തേക്ക് പോകാനൊക്കെ വെറുതെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോടോ എനിക്ക് മാരക രോഗമാണ്, എറണാകുളത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പൈസ കടം മേടിച്ചു. അങ്ങനെ നികേഷ് കുമാറിനെ പരിചയപ്പെട്ടു. നികേഷ് കുമാറാണ് ലാൽ ജോസ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അന്നേരം കോയൻബൂത്താ. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്,
കോയമ്പൂത്താണ്. അപ്പോൾ ഞാൻ ഇയാളെ നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലും കുഞ്ഞോങ്ങലം പഞ്ചായത്തിലും രാമന്തലി പഞ്ചായത്തിലും എല്ലാ കോയമ്പൂത്തും ഇയാളെ വിളിക്കും, മാറി മാറി വിളിക്കും. അപ്പൊ ഇയാൾക്ക് തന്നെ ഒരു ഡിസ്റ്റർബായി. ഇയാളെ അസോസിയേറ്റ് നമ്പർ വന്നു, ഇപ്പൊ അനൂപ് കണ്ണൻ. അപ്പൊ അനൂപ് കണ്ണൻ പറഞ്ഞ അങ്ങനെ CMS കോളേജിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എൻട്രി ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൽ ജോസിന്റെ ഏതാണ്ട് 12 സിനിമ അല്ലേ? ടോട്ടൽ 70 കഴിഞ്ഞു. 12 സിനിമകളിൽ ലാൽ ജോസ് സാറിന്റെ കൈവിട്ടില്ല. അതെ. ഇപ്പൊ നമ്മളെ മുപ്പർക്ക് തിരിച്ച് നല്ല വേഷം കൊടുത്തു. അതെ. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ ലാൽ ജോസ് സാറുള്ള കണക്ഷൻ വന്നു. പിന്നെ എല്ലാ സിനിമകളും പുള്ളി ഇങ്ങ് വിളിക്കും അതോ നമ്മൾ അങ്ങോട്ട് ചോദിക്കും? അല്ല, അത് വിളിക്കും. മുപ്പര് ക്യാരക്ടറിന്റെ എന്നെ വിളിക്കും, എന്നല്ല പ്രൊഡക്ഷനെ വിളിക്കും. മുപ്പര് നേരിട്ട് വിളിക്കല്ല, പ്രൊഡക്ഷൻ കൺട്രോളറും അല്ല അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ വിളിക്കും. ആണല്ലേ. ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം അതെങ്ങനെയാ? ഈ ഒരു കൊമേഴ്സ്യൽ എന്റർടൈനർ ആണോ അല്ലെങ്കിൽ പക്ക കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ്? പക്ക കൊമേഴ്സ്യൽ. പാട്ടും എല്ലാ ഒരു പാട്ട് ഹിറ്റാണ്. 2.5 മില്യൺ അടിച്ചു. ആകെ താറുമാറി എന്നുള്ള മ്യൂസിക് അജ്മൽ ഹസ്ബുള്ള, പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്കിത് മേനോൻ, നമ്മളെ ജയ് ഒക്കെ ചെയ്ത. ക്യാമറ അൻസർ ഷാ, മറ്റേ ഇഷ്ക് ജോവാൻ ജോ, പിന്നെ എഡിറ്റിംഗ് ജിതിൻ, പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ രഘുരാമ വർമ്മ. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ടീം. ഒരു നല്ലൊരു ടീമിനെ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തെടുത്താണ്. അതെ. വന്ന് വർക്ക് ചെയ്തവർക്ക് നല്ല ആൾക്കാരാണ്. ഓക്കെ. ഇനി ഈ കലോത്സവ വേദികളിലൊക്കെ സജീവമായിരുന്നല്ലോ, പിന്നെ ക്യാമ്പസ് പൊളിറ്റിക്സിലും ഒക്കെ അത്യാവശ്യം സജീവമായിരുന്നു. അത്യാവശ്യം നല്ലോണം അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം ഒക്കെ എങ്ങനെയാണ് സുബീഷെ ഓർത്തെടുക്കുക? പ്രത്യേകിച്ച് അപ്പൊ പക്ഷെ അറിയാവുന്നതായിരിക്കും, നമ്മുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി പ്രതിനിധിയായിരുന്നു. ഉണ്ണിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെന്നാണ് എന്റെ കണക്ഷൻ. അപ്പം ഉണ്ണിപ്പോ വലിയ സെറ്റപ്പായി. ഉണ്ണി ദുബായിൽ പറന്നു നടക്കുന്നത് ലുലുവിന്റെ PRO BPS ഗ്രൂപ്പിന്റെ. അതെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയമൊക്കെ? ഒരു ക്യാമ്പസ് ലൈഫ്, പ്രേമൊക്കെ ഉണ്ടായിരുന്നോ? പ്രേമം എനിക്കുണ്ടായിരുന്നു, ഇങ്ങോട്ടുണ്ടായില്ല. അതെന്ത് പറ്റി? അതൊരു ഇവരോട് ചോദിക്കണേ. അച്ഛാ, പ്രേമം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ടില്ലെന്നൊക്കെ പറയുന്നു. പ്രേമത്തിന്റെ നിരാശയാണോ കല്യാണം കഴിക്കാത്തതെന്ന് ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇതുപോലെ വൈകി ആയത്? ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി ഫാൻസ് കൂടുതലുള്ളവർക്ക് കല്യാണം കഴിക്കാതെ ഇരിക്കാനും പറ്റും, അതും പറ്റും. ഫാൻസ് കൂടുതലുണ്ടെങ്കിൽ തൽക്കാലം കല്യാണം കഴിക്കണ്ട. ഒരാളെ വെറുപ്പിക്കാൻ ഇഷ്ടമില്ല, എല്ലാരെയും സുഹൃത്തുക്കളായിട്ട് കൊണ്ടു നടക്കുവാണ്. അല്ല, എനിക്ക് ഈ അച്ഛൻ ഈ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നതാണോന്ന് എനിക്കൊരു സംശയം. അല്ല, എനിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. ഭാര്യ വന്നേ ഉള്ളൂ. പക്ഷെ ഭാര്യ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് കുടുംബം കളിക്കുന്നത് എന്നോട് പറയുന്നത് അതില്ല, അത് വിഷയമേ അല്ല. എല്ലാത്തിനും വളരെ സഹകരണമുള്ള ഒരു ഭാര്യ എന്റെ കൂടെ ഉള്ളത്. അതെ, ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ എൽദോ വീട്ടിലോട്ട് വിളിച്ച ഊട് കഴിക്കാനായിട്ട്. സുധീഷനോട് ചോദിച്ചറിയാം, എന്റെ വീട്ടിലെ ഒരു സന്ദർശനം. എന്റെ വൈഫ്, എന്റെ മക്കളെ, എന്റെ കൊച്ചുമോളെ പോലും സുധീഷുമായിട്ട് അതുപോലെ അടുപ്പാണ്. അല്ല, ചേച്ചിനെ കുറിച്ച് പൊക്കി പറയാൻ കാണുന്നറിയാം. ഇപ്പൊ വിളിച്ചു പറഞ്ഞിരുന്നു, ഇത് ന്യൂസ് 18 ലൈവ് ഉണ്ട് കാണുന്നത്. പ്രകടിപ്പിച്ച അല്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോ ചവിട്ട് കിട്ടും. അച്ഛൻ പേടിപ്പിക്കാൻ കൊമ്പം മീശയൊക്കെ ഉണ്ട്. നമ്മളെ മീശ മാത്രമേ ഉള്ളൂ, ഹൃദയം വളരെ ലോലമാണ്. ഒരു റോസാപ്പൂ പോലെയാണോ? അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും സുബീഷിനെ പിടിച്ച് കെട്ടിക്കണോ? സുബീഷിനെ ഇത് കഴിയുമ്പോ ലൈഫിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ സിനിമ ആണ് അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോവാണ്. അത് എനിക്ക് ഉറപ്പാത്. എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ച് അവന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാ. സുബീഷേ, ഇവര് പറയുന്നതിൽ എന്തോ ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാനത് ഈ സിനിമക്ക് വേണ്ടിയിട്ടേ, ഇവര് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവരെല്ലാം എന്റെ കൂടെയുള്ളത്. കഴിഞ്ഞ 1.5 വർഷമായിട്ടേ ഈ സിനിമക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മൊത്തം കാര്യങ്ങളൊക്കെ നമ്മളെ പേഴ്സണൽ ലൈഫ് ഒഴിവാക്കി ബാക്കിയുള്ള സൗഹൃദങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോൺഫിഡൻ്റ് ആണ്. അവർ ഓരോ സാധനങ്ങളും ഞാൻ ഈ സിനിമയുടെ കാണിക്കാറുണ്ട്, ചായനെ കാണിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രതീക്ഷയാണ്. പിന്നെ നമ്മളൊരു പിന്നെ സിനിമയുടെ ഒരു പാട്ടിലൊരു വീഡിയോ, ഒരു കോണ്ടത്തിന്റെ വീഡിയോ, അത് ഭയങ്കര വൈറലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അടുത്ത് തന്നെ ഒരു പയ്യനെ എടുത്തിട്ടതാ. അപ്പോൾ ഒരു 12 മില്യൺ ആൾക്കാർ കണ്ടു. അപ്പോൾ ഭയങ്കര വൈറലായത്. അപ്പോൾ മൊത്തത്തിൽ സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷ. എന്നോട് കുറേ ആൾക്കാർ വിളിച്ചു. ഇപ്പോൾ യൂട്യൂബിൽ ട്രെയിലർ ഇട്ടപ്പോൾ തന്നെ
ഒരു വലിയ നടന്റെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ നടന്റെ പടത്തിന്റെ ട്രെയിലർ ഇട്ട പോലെ എല്ലാവരും ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇട്ടിട്ടാ. അപ്പൊ അതൊക്കെ ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് കാണുന്നത്. കാരണം ഇതിന്റെ കണ്ടന്റുകളൊക്കെ ട്രെയിലർ, പാട്ട്, ടീസറൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഈ പടം ഏറ്റെടുക്കുന്നതിൽ വിശ്വാസമുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ക്യാമ്പസ് ലൈഫിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ അവിടെ ഒരുപാട് പ്രേമങ്ങൾ അങ്ങോട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടുണ്ടായില്ല. ബാക്കി എല്ലാം പറഞ്ഞുകൂടാ, സെൻസർ ചെയ്തിട്ട് പറ. അല്ല, അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഞാൻ അത്യാവശ്യം സംഘടനാപരമായും പയ്യന്നൂരിലെ ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഇതൊക്കെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മളൊരു ലൈഫ് വാർത്തെടുക്കുന്നത്. ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പയ്യന്നൂർ കോളേജിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കുറെ മനുഷ്യന്മാരായിട്ടും ഇപ്പൊ നേരത്തെ ജോർജ് ഏട്ടൻ പറഞ്ഞ ഒരാൾ വഴിയിൽ വീണ് കിടക്കുമ്പോൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണെന്ന് കരുതുന്ന ഒരാളാണ്. അതൊക്കെ പഠിച്ചത് ഞാൻ ക്യാമ്പസിൽ നിന്നാണ്. ക്യാമ്പസിൽ നിന്നും ഞാൻ ജനിച്ചു വളർന്ന സമൂഹത്തിനാണ് അതൊക്കെ പഠിക്കുന്നത്, പ്രത്യേകിച്ച് ക്യാമ്പസിൽ നിന്ന്. അതൊക്കെ എന്നെ മാറ്റിയത് പയ്യന്നൂർ കോളേജാണ്. ഈ പയ്യന്നൂർ ഒരു വല്ലാതെ ഒരു കലയെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടമായി തോന്നിയിട്ടുണ്ട് പയ്യന്നൂർ കോളേജ്. പിന്നെ അവിടെ മൊത്തത്തിൽ ഒരു എവിടെ തിരിഞ്ഞാലും ഒരു കലയുടെ ഒരു അംശം ഉണ്ട്. തീർച്ചയായും ചുറ്റുപാടും കലാകാരന്മാർ ഒരുപാടുണ്ട്. ഉണ്ട്. അത് മുമ്പ് പയ്യന്നൂർ ഈ വടക്കൻ കേരളത്തിലെ ഈ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഗാന്ധി ഉപ്പുകുറിക്കോട്ട് രണ്ടാം ബർദോളിയായി പയ്യന്നൂരിന് അറിയപ്പെടുന്നു. പയ്യന്നൂർ ഭയങ്കര കൾച്ചറലായിട്ടുള്ള ഭയങ്കര കോമഡി പറയുന്ന ആൾക്കാരാണ്. കൗണ്ടറിന്റെ ഉസ്താദ് അച്ചായന്റെ കാലം വേറെ ഡബിൾ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് വരുന്നോണ്ട് അച്ചായനെ പിടിച്ചേക്കാൻ പറ്റും. അച്ചായനെ അങ്ങനെ പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. അച്ചായന്റെ കൗണ്ടർ അച്ചായൻ അടുത്ത പ്ലാനിലാണ്. സുബീഷിനടുത്ത് പഴയ പ്രേമം ചോദിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എത്ര കുടുംബം പൊളിക്കാനാണ് നിങ്ങളുടെ ടാർഗറ്റ്? നമ്മളായിട്ട് ആരുടെയും കുടുംബം പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിനിറ്റ് എങ്ങനെയുണ്ടായിരുന്നു പഴയ? ഒരു മിനിറ്റ്, അച്ചായന്റെ പറഞ്ഞു എവിടെ പഠിച്ചു, ഏത് കോളേജിലായിരുന്നു? ഞാൻ ഇവിടെ തേവര കോളേജിൽ പഠിച്ചു. തേവര കോളേജ്, മിക്സഡ് കോളേജാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പസ് ലൈഫ്? അടിപൊളി. ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും മുഹൂർത്തങ്ങൾ? ഓർത്തെടുക്കാൻ പറ്റിയ ഇങ്ങനത്തെ ലൈനിൽ പോയില്ല. രാഷ്ട്രീയവും മറ്റൊന്നും കളിച്ചു നടന്ന് അപ്പൊ പ്രേമിക്കാനുള്ള സമയം കിട്ടിയില്ല. രാഷ്ട്രീയത്തിനിടയ്ക്ക് പ്രേമിക്കണ്ടേ? നേതാവ് വി ഡി സതീശന്റെ ക്ലാസ്മേറ്റ് ആണ്. ഒരു സതീശൻ ഒരുമിച്ച് പഠിച്ചാണ്. സതീശൻ ഞാൻ ഒരേ ടൈമിൽ പഠിച്ചാണ്. അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ചോദിക്കണം, ഇങ്ങനെ ഒരാൾക്ക് അന്ന് വല്ല പ്രേമം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ മനസ്സിലാവും. എനിക്ക് തോന്നുന്നുണ്ടല്ലോ അച്ചായനെ ആദ്യം കുറ്റം പറഞ്ഞു. ഇപ്പൊ വീട്ടില് ഭാര്യ നിന്ന് കാണുമെന്നുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നു പറയാത്തത്. അങ്ങനെയൊന്നുമില്ല, ഭാര്യയൊക്കെ എല്ലാം അറിയാവുന്നതാണ്. തേവര കോളേജൊക്കെ പ്രേമിച്ച് നടക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഉല്ലാസ കേന്ദ്രമാണ്. അതെ അതെ അതെ, അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അതെ, സംശയമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് പെട്ടില്ല എന്നുള്ളത് മാത്രമുള്ള സങ്കടം. പെട്ടില്ല എന്നുള്ള സങ്കടം. പെട്ടില്ല എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് എന്നുള്ള വാക്കാണ്. എന്നിട്ട് സങ്കടമൊന്നും. ഓക്കെ, അപ്പോ സുബീഷ് വീണ്ടും ഇവരുടെ അപ്പോൾ ഈ വർത്താനൊക്കെ കൊള്ളാം. ഈ ഭയങ്കര കൗണ്ടറടിയാണല്ലോ, ഇവരുടെ കൗണ്ടറികളുടെ ഉസ്താദുകളാണ്. അപ്പൊ ഇവരുടെ ഭാഗങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കണം തോന്നിയിട്ടില്ലേ സിനിമയിൽ? ഒരു ചുരുളിയിൽ രണ്ടാം ഭാഗം എടുക്കേണ്ടി വരും. ചുരുളിയുടെ രണ്ടാം ഭാഗത്തിൽ എന്തോ പഴയത് ചോദിച്ചു, പക്ഷെ പുതിയതൊന്നും ചോദിച്ചു നോക്ക്. സുബീഷിന്റെ പുതിയത് എന്തെങ്കിലും വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയാൻ മേല എനിക്ക് എന്റെ ഒരു സംശയമാണ്. ഇപ്പൊ ഇനി വല്ലതും മനസ്സിൽ വെച്ചോണ്ടാണോ നടക്കുന്നത്, അതുകൊണ്ടാണോ ഇപ്പൊ ഇനി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമാണ്. ഞാനായിട്ട് ചോദിക്കുന്നില്ല, അച്ഛൻ നിനക്ക് ചോദിക്കും. ചോദിച്ചേ, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ തറപ്പിച്ച് പറ, എല്ലാം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. അതിനുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. കൈയടിച്ച് പാസ്സാക്കി ഇവിടെ. പക്ഷേ ഇത് ഏറ്റവും രസകരമുള്ള കാര്യം നടത്തിയിരിക്കും. കാര്യം അച്ഛൻ പറഞ്ഞ ഇല്ല. സുബീഷ് ആലോചിക്കുന്നുണ്ടാവും ഏത് സമയത്താണോ ഈ നടക്കുന്ന കൂടെയുള്ള ആൾക്കാരെ കൂടെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യാന്ന് സമ്മതിച്ചത്. സുബീഷ് നൈസായിട്ട് അച്ഛന്റെ ചോദ്യത്തില് ഒന്നും മറുപടി പറഞ്ഞില്ല, മിണ്ടില്ല, ചിരിച്ചങ്ങ് തള്ളി. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ എവിടെ സ്റ്റുഡിയോയിൽ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ സ്റ്റേഡിയത്തിലെ സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, അവിടെ നമുക്ക് ഇരിക്കാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് സംശയം ഇത് നമുക്ക് പണിയാവുന്നില്ലേ. എന്തായാലും മനസ്സിലായില്ലേ പണിയായെന്ന്. ആഗ്രഹിക്കുന്ന എന്താ പറയുക, ഈ സുബീഷിന്റെ ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു വൻ ഹിറ്റായി മാറണം. അപ്പോൾ അതിൻ്റെ സക്സസ് സുബീഷിന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് സുബീഷ്. കാര്യം ഇതിൻ്റെ 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ സഹിക്കുന്നുണ്ട്. പുള്ളി എപ്പോൾ വാ തുറന്നാലും ഈ സിനിമയുടെ പ്രൊഡക്ഷനും അതിൻ്റെ ടെൻഷനും അതിൻ്റെ എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും
പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റാവണം. നിങ്ങളെല്ലാവരും കാണും, നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് എല്ലായിടത്തും കാണണമെന്ന് പറയും. ഇത് ഹിറ്റാവണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. ഉറപ്പായിട്ട് സുബീഷിന്റെ ആ ചലച്ചിത്ര മോഹം അത് വലിയൊരു തലത്തിലേക്ക് എത്തും, ഉറപ്പാണ്. ഈ സിനിമ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും കണ്ടിരിക്കണം എന്നുള്ളതാണ് കാര്യം. ആ പേര് തന്നെ അതുപോലത്തെ ഒരു പേരാണ് സംഭവം. എല്ലാവരും കാണും. സുബീഷെ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ട് എല്ലാ രീതിയിലും. സുബീഷ് കോൺഫിഡന്റ് ആണ്, ഒരു പ്രശ്നമില്ല. കാരണം ഇത്രമാത്രം ഒരു സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു വലിയ ഹിറ്റ് ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ രാവിലെ എങ്ങനെയാ തിരക്കാണോ? ഞാൻ ഫ്രീ ആക്കേണ്ട സമയമൊന്നും ആയില്ലല്ലോ. ഒരു 5-10 മിനിറ്റ് പോവില്ലേ നമ്മളോടൊപ്പം? ഞങ്ങള് സുധീഷിന് വേണ്ടി ഏത് അറ്റം വരെ പോകും. എനിക്ക് തോന്നി അച്ചായന്റെ തോന്നുന്നു ഇവിടുത്തെ മെയിൻ സുബീഷിന്റെ ഒരു പമ്പിങ് എനർജി. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും സിനിമയിലേക്ക് വന്നാൽ സുബീഷ്, ഇപ്പോ അതിന്റെ ഒരു ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? എത്രമാത്രം ദൈർഘ്യമുള്ള ഒരു ഷെഡ്യൂൾ ഒക്കെ ആയിരുന്നു? ഒരു 35 ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു 79% അവിടെയായിരുന്നു, നോർത്തിൽ, നമ്മുടെ നാട്ടിൽ കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, പിന്നെ ബാക്കി എറണാകുളത്ത്. അതിന്റെ നോർത്തൻ സ്ലാങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല അവരിങ്ങനെ എല്ലാവരും എല്ലാ ഭാഷയും. ഇപ്പൊ തിരുവനന്തപുരത്തിലാണ് നമ്മൾ നായിക നടി, തിരുവനന്തപുരം, അവർ ആ സ്റ്റൈൽ. അങ്ങനെ കൃത്യമായിട്ടൊരു പ്രാദേശിക ഭാഷ, കൊളോക്കിയൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സുബീഷിന്റെ സംസാരത്തിൽ നല്ല രസമായിട്ടുള്ള ഒരു മലബാർ സ്ലാങ് ഉള്ള ആളാണ്. അത് സിനിമയിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. ബിടെക്കിലെ ആ ക്യാരക്ടർ അതിലൊക്കെ പക്ക നാട്ടുമ്പുറത്തുകാരനായിട്ട്, കുട്ടൻ. അപ്പൊ അതിലൊക്കെ നല്ല രസമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട് ഓരോരുത്തരും. ഇപ്പൊ ഈ ഇരിക്കുന്ന ഇത്ര ആളുകൾ, അവരിലെ ഓരോരോ മാനറിസം ശ്രദ്ധിക്കില്ല ഒരു ആക്ടർ എന്നല്ലേ? അത് ഞാൻ കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. അതിപ്പം നമ്മൾ അത് ആരും അറിയാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ശാംശീകരിക്കുക എന്നുള്ളൊരു സാധനം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. അതിപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തോ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. മനസ്സിലായി? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഈ അച്ചായന്റെ ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ ഈ അച്ചായന്റെ എന്ത് ക്യാരക്ടർ ആയിരിക്കും സുബീഷ്? അത് അച്ചായനെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാൻ പറ്റൂ. അത് വേറെ ആൾക്ക് അനുകരിക്കാനൊന്നും പറ്റില്ല. അച്ചായന് മാത്രം കിട്ടിയ സ്വതസിദ്ധമായ പരിപാടിയാണ്. അച്ചായന്റെ കറക്റ്റ് കാര്യങ്ങൾ പുറത്തോട്ട് വരണമെങ്കിലേ അച്ചായന്റെ പുറകെ ഞങ്ങൾ എല്ലാവരും തന്നെ വേണം. എന്നാലാണ് അച്ചായന്റെ യഥാർത്ഥ സ്ഥാനം. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അച്ചായന്റെ അടുത്ത് തള്ളാൻ ചെന്നാൽ അച്ചായന് ഒരു ലെവലിലും സമ്മതിക്കൂല. അവനെ മറിച്ചിട്ടേ പുള്ളി പോവുള്ളൂ. അത് അച്ചായന്റെ ഒരു സ്വഭാവമാണ്. അച്ഛന്റെ റിയാക്ഷൻ ഗംഭീരാണ് അച്ഛൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോകട്ടെ, ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. എന്തായാലും മോർണിംഗ് വൈബ്സ് ഇവിടെ വർത്തമാനങ്ങളും സുബീഷിന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ തുടരും. ഒരു ചെറിയൊരു ഇടവേളയിലേക്ക് പോയി അതിവേഗത്തിൽ തിരിച്ചെത്താം. വളരെ വേഗത്തിൽ മടങ്ങിയെത്തും മോർണിംഗ് വൈബ്സ്. ഒരു ബ്രേക്കിൽ ചെറിയൊരു കാര്യം പറഞ്ഞത്. എന്റെ പേര് ഷുഹൈബ് എന്നാണ്. ബ്രേക്ക് വന്നിട്ടെ, ഒരു ബ്രേക്കിലേക്ക് വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഈ എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ രാവിലെ നടക്കാനിറങ്ങിയ ഒരു സംഘം ചെറുപ്പക്കാർ, യുവാക്കളാണ്. യുവാക്കൾക്കൊപ്പം നേതൃത്വം നൽകി നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള സുബീഷ്, സുധീം. അപ്പോ നിങ്ങളുടെ ഈ ഇത്രമാത്രം പ്രസരിപ്പ് യുവത്വത്തിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. രാവിലെ ഇത്രമാത്രം എനർജി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോ ഇവരെ കണ്ടപ്പോ ആദ്യം സുബീഷ് പറഞ്ഞു ഇതൊക്കെയാണ് എന്റെ സംഘാംഗങ്ങൾ എന്ന് പറഞ്ഞപ്പോ സുബീഷേ ഇത്രയും പ്രായമായോ എന്ന് മനസ്സിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒരു മനസ്സുകൊണ്ട് ചെറുപ്പാ അല്ല, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര വളരെ സന്തോഷത്തോട് സംസാരിക്കാൻ പറ്റില്ല. ഇല്ലില്ല, ഒരു മനുഷ്യനെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സ് ഉള്ളു തുറന്ന് സംസാരിക്കുന്നതാണ് നമ്മളെ രോഗങ്ങളൊക്കെ മാറുന്നത്. അല്ലാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ, എന്നോട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ചിരിക്കുന്ന ആൾക്കാർക്ക് അസുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വെറും വ്യായാമം മാത്രമല്ല. അപ്പൊ എനിക്കൊന്ന് ഇവർക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര എപ്പോഴും ഓപ്പണായി സംസാരിക്കും. മനസ്സിലായില്ലേ? ഈ രാവിലത്തെ നടത്തമാണ് നിങ്ങളുടെ ഈ ആരോഗ്യത്തിന് കാര്യമെന്ന് ഉറപ്പിക്കാമോ? 100%. ഇവിടെ പണ്ട് ഇവിടെ കുറെ ഗ്യാങ്ങുകള് ചിരി ക്ലബ് എന്ന് പറഞ്ഞൊരു നടന്നിട്ടുണ്ടായിരുന്നു. അവര് പൈസ കൊടുത്ത് എല്ലാരും കൂടെ കൂടി ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാല് പോകുന്നിടം വരെ നോർമലായിട്ട് ചിരിക്കുന്നവരാണ്. ഇവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാളെ കളിയാക്കുന്നുണ്ടാവും, ആ കളിയാക്കൽ ചിലപ്പോൾ കൂടുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ ഹെർട്ടിങ് ഉണ്ടാവും. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് ആരാ പറയുന്നതനുസരിച്ച് പോസിറ്റീവായിട്ട് എടുത്ത് നോർമലായിട്ട് പൈസ കൊടുക്കാതെ ആർട്ടിഫിഷ്യൽ അല്ലാതെ ചിരി ക്ലബിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വൈബുള്ള ഒരു ക്ലബ്ബാണ് നോയ്സ് ഓഫ് സ്റ്റേഡിയം. അതിന് 100 മാർക്ക് നിങ്ങൾ തന്നേ പറ്റുള്ളൂ. ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും പറയും ഈ സ്റ്റേഡിയത്തില്, നോയ്സ് ഓഫ് സ്റ്റേഡിയത്തിലെ എല്ലാവരെയും
അറിയാത്തതായിട്ട് ആരും ഇവിടെ കാണില്ല. പറഞ്ഞാൽ മതി മുട്ടയുടെ കൂടെ നടക്കുന്ന ആളാണോ അല്ലേ ചോദിച്ചാൽ അവരെല്ലാരും പറയും അച്ചായനാണ് മുട്ടാന്ന് ചോദിച്ചത്. അത്ര ഭംഗിയായിട്ടിരിക്കുന്ന അച്ചായന. അതെ, മുട്ടയുടെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്ന ഗ്യാങ്, ചിരിക്കുന്ന ഗ്യാങ്, അത് കേട്ടാൽ എല്ലാവർക്കും അറിയാം. ഇവരെന്താ ഭയങ്കര ബന്ധാ, നല്ല നല്ല ഇതാണ് ഇവരുണ്ട്. ഞാൻ അതെ ഈ അച്ചായനെ മൊട്ടാന്ന് വിളിച്ച ആരാണ്? ക്യാമറ നിങ്ങോട്ട് നോക്കിയേ, അച്ചായനെ മൊട്ടാന്ന് വിളിച്ച ആൾ ആരാണ് നോക്കിയ. പക്ഷേ എന്തോ 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 അച്ചായ മുട്ടയാക്കി വെച്ചേക്കടാ. കളഞ്ഞതാണ്. അതങ്ങനെ വെച്ചേക്കുവാണത്. പക്ഷെ പുള്ളിയുടെ നാച്ചുറലാ, ഇത് നാച്ചുറലാണത്. ജബി ഇല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ എല്ലാവരും അന്വേഷിക്കും എന്തുകൊണ്ട് പുള്ളിയെ കാണുന്നില്ല. സ്റ്റേഡിയം അനങ്ങൂല്ല അന്നത്തെ ദിവസം. വളരെ പ്രോബ്ലമാണ്. ഇവിടുത്തെ സൗണ്ട് കേട്ടിട്ട് സ്റ്റേഡിയത്തിൽ ജബി ഇന്നില്ലല്ലോ. എല്ലാവരും പോണവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പുള്ളി സൗണ്ട് ബോക്സ് എല്ലാവരും അറിയുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുള്ളി ഇല്ലാത്ത ദിവസം വളരെ ബോറടിയാണ്. അത് വലിയൊരു പ്രത്യേകിച്ച് പറയാനും തെറ്റുണ്ട്. അല്ല അച്ഛൻ്റെ മുഖത്ത് ചിരിയിലുണ്ടാ പോസിറ്റിവിറ്റി എന്നാണല്ലോ. അച്ഛൻ എന്തായാലും ഈ ഫിലിം സ്റ്റാർസിനേക്കാളും ആരാധകരുണ്ടെന്നുള്ളൂ സ്റ്റേഡിയത്തില്. അങ്ങനെയല്ല, എനിക്ക് അവൻ വലുതാകുന്നതിലാണ് ഞാൻ തൃപ്തൻ. മനസ്സിലായ സുധീഷ് നമ്മുടെ കൊട്ടിയാണ്. എൻ്റെ മകന്റെ പ്രായമേ ഉള്ളൂ. എന്ത് ഉയർച്ചയ്ക്കും ഞാൻ കൂട്ടു നിൽക്കും. എനിക്ക് എൻ്റെ പ്രാർത്ഥന പോലും ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. സുബിയുടെ പടം നല്ല ഒരു ലെവലാകണോ. ഹിറ്റാണ്. അപ്പൊ എന്തായാലും ഓക്കെ ഹിറ്റാവും, അത് സംശയമില്ല. അപ്പൊ എന്തായാലും ഞാൻ സുബീഷിനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പല പല ആവശ്യങ്ങൾക്ക് പോകണ്ടല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷം രാവിലെ മോർണിംഗ് വൈബ്സിൽ ചേർന്നതിന്. അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ, ഇത്രയും നേരം ഞങ്ങളൊക്കെ ഇരുന്നതിന്. ഞങ്ങളുടെ ബൈറ്റൊക്കെ എടുത്തതിന് താങ്ക്സ്. പ്ലഷർ. ഓക്കെ അച്ചായനൊരു വലിയ താങ്ക്സ്. വളരെ നന്ദി. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും ഞങ്ങളുടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പടത്തിന്റെ പേരൊന്ന് ഉച്ചത്തിൽ പറഞ്ഞാൽ നമുക്കത് അച്ചായന്റെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം വിജയം നേർന്നുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും. അപ്പൊ എന്താണെങ്കിലും ഇവരുടെ നടപ്പ് സംഘാംഗങ്ങൾ അവരുടെ വീണ്ടും നടത്തം തുടർന്ന് വീട്ടിലേക്ക് നടക്കട്ടെ. നമുക്ക് ഞാനും സുബീഷും നമുക്ക് ഈ വഴി വീണ്ടും അങ്ങോട്ട് പോകാനാണോ? പക്ഷേ നമ്മൾ ഈ ഊരിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ സുബീഷേ ഈ വീണ്ടും ഞാൻ സിനിമയിലേക്ക് വരുവാണ്. ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അതായത് ഈ പുതിയ വീട് പണിയുന്നു, അങ്ങനെയൊക്കെ എന്തൊരു സാധനം കേട്ടില്ല. വീട് പണയം വെച്ചു അങ്ങനെയൊക്കെ. അത് നമ്മളീ പറഞ്ഞ പോലെ നമ്മളെ സുഹൃത്തുക്കളായ കൃഷ്ണേട്ടൻ പിന്നെ ആദ്യം മുമ്പ് ഒരു ഈ സിനിമ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പഴയ പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം നാട്ടിലാണ്. അപ്പം അദ്ദേഹം കുറച്ച് സ്ഥലമൊക്കെ അവിടെ ചെറുവത്തൂർ ടൗണിലുണ്ടായ ഒരു വീടൊക്കെ പിന്നെ ഒരു പ്രോപ്പർട്ടിയൊക്കെ പണയം വെച്ചെന്നു. പിന്നെ രഞ്ജിത്ത് ജഗന്നാഥ് എന്നൊരു സുഹൃത്ത് ദുബായിലെ, അവൻ കുറച്ച് പൈസ ഒന്ന് അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നത്. പിന്നെ നമ്മൾ രഘുവാട്ടൻ. അപ്പം അങ്ങനെ പൈസ അവസാനം ചെയ്യാതെ വന്നപ്പോൾ ഞാൻ എന്താക്കി, ഇവന് ആരോടും വന്ന് ചോദിക്കാൻ പോകാൻ പറ്റുന്നു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടേ ഞാൻ ആ വീട് പണയം വെച്ചു. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. രാഘം സുല്ലി, മോഹൻ നമ്പ്യാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലൊരു സതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്നും അവരെ പിന്നെ റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചു വരവും നോക്കാതെ തന്നെ എനിക്ക് പക്ഷെ ആ പൈസ ഭംഗിയായി തിരിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അതീവ ബോധ്യമുണ്ട്. കാരണം ഈ സിനിമ നന്നായി വന്നിട്ട് എല്ലാവരും പറയുന്നു. ഞാൻ പറയുന്നത് നമ്മളെ സിനിമയെ കുറിച്ച് പൊക്കി പറയുകയെന്നല്ല, കണ്ടവരെല്ലാവരും ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഈ സിനിമ എന്തായാലും ജനങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, എവിടെയാ വീട്? പുതിയ ആ സ്വപ്ന വീട് എവിടെയാ പണിയുന്നത്? പയ്യന്നൂർ തന്നെ. ഞാനിപ്പോൾ ഇവിടെയാണല്ലോ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ പയ്യന്നൂരാണ് ആ വീട് പണിയുന്നത്. നമുക്കൊരു ചായ കുടിച്ചാലോ ഇവിടുന്ന്? ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കവാ? കഴിക്കാം. ഇപ്പൊ ചായ കുടിച്ചതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി നടന്നിട്ട് അല്ല വേണമെങ്കിൽ ചായ കുടിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചായ കുടിക്കാം. തന്നെ ഞാൻ സുബീഷിന്റെ അടുത്ത് വന്നിട്ട് മൂന്നാമത്തെ ചായ ഒരു ചായ ഇവിടുന്ന് കുടിക്കാം. നമ്മൾ പ്രത്യേക ചായ ആണോ? പരിചയക്കാരാണോ? അത് സ്വന്തം ആൾക്കാരോ? ആണ്. ശരി. അപ്പോ വീട്ടിലാരൊക്കെയാ സുബീഷ്? വീട്ടിൽ അച്ഛൻ, അമ്മ. അച്ഛൻ ദുബായിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. പിന്നെ ചേച്ചി, പിന്നെ നമ്മളെ ചേച്ചിക്ക് 2 മക്കള്, അദ്വൈത്, ആദിത്യ. ഒരാൾ പയ്യന്നൂർ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ 10ാം ക്ലാസ്. പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ പയ്യന്നൂരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ പോകും കുറേ. പിന്നെ ഞങ്ങൾ ഒരുപാട് സൗഹൃദങ്ങളിൽ എനിക്ക് ഈ ബന്ധങ്ങളൊപ്പം തന്നെ സൗഹൃദങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൗഹൃദങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ പിന്നെ ഈ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സൗഹൃദങ്ങളില്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല.
അപ്പൊ അതിന്റെ പകരം ചായ പറയട്ടെ, 4 ചായ പറയാം അല്ലേ? 4 ചായ. ഓക്കെ, പറ്റും. 4 ചായ. സുബീഷ് ഇതിലേക്ക് പോവുകയാണ്, ഒരു ചായ, വീണ്ടും ഒരു ചായയിലേക്ക് പോയതാണ്. സുബീഷിന്റെ സൗഹൃദങ്ങളാണ്, എല്ലായിടത്തും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇതിപ്പോ സുബീഷിന്റെ ഇഡ്ഡലി ഷോപ്പ് അല്ല, ഇഡ്ഡലി കഫേ. ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കല് വല്ലപ്പോഴും ഇവിടെ വരും, അത്രേ ഉള്ളൂ. അപ്പൊ എന്നാലും അവിടുത്തെ ഒരു ചായ കുടിക്കാം. ഞാൻ മുമ്പ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് കളി കാണാറുണ്ടോ? ഞാൻ ഇവിടെ തൊട്ടടുത്ത താമസം, നമ്മള് വീട്ടിന്റെ മുമ്പിലാണ് വണ്ടിയൊക്കെ വെക്കാവ. ഞാൻ വന്ന് കളി കാണുന്നത് വളരെ കുറവാണ്. നമ്മൾ ഒന്നാമതിന്റെ ടെൻഷൻ. പിന്നെ മരുമോനൊക്കെ വന്നാൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കാറുണ്ട്. ഫുട്ബോൾ ഭയങ്കര താല്പര്യം, പക്ഷെ ഇവിടെ വന്ന് കളി കാണാനുള്ള സമയം കിട്ടാറില്ല. മുമ്പൊക്കെ പോകാറുണ്ട്, ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ISL തുടങ്ങിയ സമയത്ത്. ഇപ്പം പോകാറില്ല. ഇപ്പം എൻ്റെ ഈ സിനിമയുടെ ഒരു വല്ലാത്തൊരു ഓട്ടവും കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ പോകും. ഭയങ്കര സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് വരാതെ. അപ്പൊ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗംഭീര ജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. 3 മത്സരങ്ങൾ തോറ്റ ശേഷം ഇന്നലെ FC ഗോവയെ തകർത്തു. പിന്നിൽ നിന്ന് ശേഷം ഗോൾ അടിച്ച് കയറി വന്ന് എന്താ പറയാ, ഫാൻസ് ഇങ്ങനെ വല്ലാണ്ട് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഇന്നലെ ഗംഭീരമായിട്ടുള്ള സൂപ്പർ ജയം ഇവിടെ ഈ സ്റ്റേഡിയത്തിലുണ്ട്. അപ്പൊ എന്നാലും സ്റ്റേഡിയത്തിൽ, അതുകൊണ്ടാണ് സ്റ്റേഡിയം തന്നെ ലൊക്കേഷൻ ആയതും സുബീഷ് തൊട്ടടുത്ത് സുബീഷ് ചാടിപ്പറന്ന് വന്നത്. അപ്പൊ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തിന്റെ ജയം ആ റിപ്പോർട്ട് കണ്ട ശേഷം വേഗം മടങ്ങിയെത്താം. ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്ക് ജയം സ്വന്തമാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. ആദ്യ പകുതിയിൽ ഗോവൻ കൊടുങ്കാറ്റിനു മുന്നിൽ തകർന്നടിഞ്ഞ കൊമ്പന്മാരെയല്ല രണ്ടാം പകുതിയിൽ കലൂർ സ്റ്റേഡിയം കണ്ടത്. 7-ാം മിനിറ്റിൽ റൗളിൻ ബോർജസ്, 17-ാം മിനിറ്റിൽ മുഹമ്മദ് യാസിർ എന്നിവരാണ് മഞ്ഞപ്പടയെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കി ഗോളുകൾ വലയിലെത്തിച്ചത്. സ്പാനിഷ് മിഡ്ഫീൽഡ് കോർണർ വരികയാണ്. എങ്ങനെയാണ് ഫട്ടോർഡയിൽ നടന്ന ആദ്യപാദ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇതേപോലെ ഒരു കോർണർ കിക്കിൽ നിന്നും വന്ന പന്ത് ബോക്സിൽ മാറി ഒഴിഞ്ഞു നിന്ന റൗളിൻ ബോർജസ്. സദോയി മിസൈൽ കണക്ക് വീണ്ടും ഒരു മുന്നേറ്റം. നോവ ആൻഡ് ഇറ്റ്സ് 2-0. മുഹമ്മദ് യാസിർ, നോവയുടെ സ്പീഡ് ആൻഡ് യാസിർ വളരെ സുഖമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിനുള്ളിൽ ഇനി ഒരു ഉറക്കമാകാമെന്ന മട്ടിൽ. പിന്നീട് കണ്ടത് ചരിത്രം. 51-ാം മിനിറ്റിൽ ദെയ്സുക്കെ സഹായിലൂടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരവിന്റെ സൂചന നൽകി. മാജിക്കൽ ടച്ച് കൊണ്ട് മാത്രമേ ഈ ഒരു ആംഗിളിൽ നിന്ന് ഗോൾ വരൂ. ലൂണയുടെ ഓർമ്മകൾ മതി ഈ ടീമിന് തിരിച്ചു വരാൻ. 80-ാം മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും KP രാഹുലിനെ മാറ്റി ഐമനെ ഇറക്കിയ ഇവാനാശാന്റെ പ്ലാൻ ബി. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് കളം പിടിച്ചു. 81-ാം മിനിറ്റിലും 84-ാം മിനിറ്റിലും ദിമിയുടെ ഫിനിഷ്. ബ്ലോക്കാണ്, അതായത് ഓൺ ദ റൺ ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും ഐമനിലേക്ക് തന്നെ. ഐമൻ വന്നതോടെ ഇടതു ഭാഗത്ത് ഒരു ജീവൻ വെക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡിംഗ് ഇൻ കൊച്ചി. ഐമൻ വന്നതോടെ ഇടതു വിങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. 88-ാം മിനിറ്റിൽ ഫെഡോർ സെർണിച്ച് എന്ന ലിത്വാനിയൻ താരത്തിന്റെ എണ്ണം പറഞ്ഞ ഗോൾ ഗോവൻ വല മുറിച്ചു. നിറഞ്ഞു കവിഞ്ഞ ആരാധകർക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയഗാഥ. എന്നാൽ മഞ്ഞപ്പടയുടെ നെഞ്ചിൽ ഗോവയേൽപ്പിച്ച ഇരട്ടപ്രഹരത്തിൽ നിന്ന് പുറത്തുകടക്കാൻ എന്തു മറുതന്ത്രമാണ് ഡ്രസ്സിംഗ് റൂമിൽ ഇവാനാശാൻ ടീമിന് ഉപദേശിച്ചത് എന്ന് തിരയുകയാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ലൈവിൽ തന്നെ രണ്ടാമത്തെ ചായയാണ് ഇത്. വളരെ സ്പെഷ്യൽ ആയിട്ട് ചായ കേട്ടോ. ഇപ്പം സുബീഷ് ശുപാർശ ചെയ്ത് നമ്മൾ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഇഡ്ഡലി കഫേയിലെ ചായ കുടിക്കുന്നത്. ഇവിടെ സ്ഥിരം ചായ കസ്റ്റമർ ആണെന്ന് തോന്നുന്നത്. ഞാൻ ഇവിടെ ഭയങ്കര ചായ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് കാലം, 2-3 മാസമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാം. ഒരുപാട് ചായ കുടിക്കും? ഇല്ലപ്പാ, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി മാത്രം, അഭിനയിക്കാൻ വേണ്ടി മാത്രം. നല്ല ചായ കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്റ്റേഡിയത്തിന്റെ രാവിലത്തെ ഒരു നടത്തത്തിന് ഇറങ്ങുന്നവരൊക്കെ ഇവിടെ നിന്നൊക്കെ ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അല്ലേ? ഇവിടെ കുറെ ഹോട്ടലുകളുണ്ട്.
ഈ പറഞ്ഞ പോലെ ഇതൊരു ലൈവായ ഒരു സ്ഥലമാണ് രാത്രി. അതേപോലെ രാത്രിയൊക്കെ ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം കോമ്പിംഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനത്തെ പുതിയ പിള്ളേർക്കിടയിലെ മോശം സ്വഭാവമുള്ള ഒരു സ്ഥലം കൂടി ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരുപാട് പേര് രാവിലെ സജീവമാവുന്ന ഒരു സ്ഥലം. എറണാകുളത്ത് എനിക്ക് തോന്നുന്നു ഈ മറൈൻ ഡ്രൈവിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇവിടെയാണ് നടക്കാൻ. മറൈൻ ഡ്രൈവിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു എന്താ പറയാ, ഇപ്പൊ നിങ്ങളെ പോലെ നോയ്സ് ഓഫ് ദ സ്റ്റേഡിയം ഒക്കെ പറയുന്ന പോലെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് അല്ലേ? അവിടെ ഒരുപാട് കൂട്ടായ്മകൾ നല്ല കൂട്ടായ്മകളുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന കൂട്ടായ്മകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മധ്യ കേരളം വ്യാവസായിക നഗരം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര അടുത്തറിഞ്ഞതാണ്. ഇപ്പൊ ഇവർ മാത്രമല്ല, നമ്മളെ ഈ സുഹൃത്തുക്കൾ മാത്രമല്ല, ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ഇവർ പ്രത്യേകിച്ച് നല്ല എന്നോട് അടുപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും എനിക്ക് വേറെ പരിചയത്തിലും നമ്മളീ പറഞ്ഞ നല്ല നമുക്ക് ഈ മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇത് കുറയും, സൗഹൃദത്തിൻ്റെ ഇത് കുറയ്ക്കാം. പക്ഷെ അതൊന്നുമല്ല, ഒരുപാട് നല്ല സൗഹൃദങ്ങളും നല്ല മനുഷ്യന്മാരും. ഈ അതിവേഗത്തിൽ ഓടുന്ന ഒരു നഗരമാണെങ്കിൽ പോലും ആളുകളൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. അതെ അതെ അതെ. ശരി സുബീഷ്, കലോത്സവത്തിൽ ഏതൊക്കെയായിരുന്നു മെയിൻ? മോണോ ആക്ട്, സ്കൂൾ കലോത്സവത്തിൽ നാടകം 2 തവണ, തിരുവനന്തപുരം, എറണാകുളം. ഞാൻ അല്ലല്ല, നമുക്ക് തേർഡ് എ ഗ്രേഡാ, പിന്നെ എ ഗ്രേഡ് മാത്രം. പിന്നെ ഞാൻ നമ്മളെ സംസ്ഥാന മറ്റേ പൈനുകോളി പഠിക്കുന്ന സമയത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം, അവിടെ ഓട്ടംതുള്ളൽ കളിച്ച് ഭയങ്കര കോമഡിയാണ്. ഞാൻ കലാപ്രതിഭ ആകുവാന്നുള്ള ലക്ഷ്യത്തോട് ചേർന്ന് ആളില്ലാത്ത ഐറ്റത്തിന് ചേർന്ന് ഓട്ടംതുള്ളൽ. പിന്നെ ബാക്കി നമുക്ക് സ്ഥിരമായിട്ടുണ്ട് മോണോ ആക്ട് അങ്ങനത്തെ പരിപാടികൾ. അപ്പം അങ്ങനെ ഓട്ടംതുള്ളൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഡ്ജസ് വിധി പറഞ്ഞു, കോഡ് നമ്പർ 2 ഈ കലയെ വല്ലാണ്ട് അതപ്പതിച്ച് കളഞ്ഞിരിക്കുന്നു. കാരണം കോഡ് നമ്പർ 2 സുബീഷാണോ? ഓട്ടംതുള്ളൽ കലാകാരൻ കക്ഷം ഷേവ് ചെയ്ത ഒരു ഓട്ടംതുള്ളൽ ഞാൻ ഷേവ് ചെയ്തില്ല. പിന്നെ രണ്ടാമത്തെ വിറ്റുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ജാസ് ഉണ്ട്, ജാസ് അയച്ച മറ്റേ. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു മാനുവൽ അനുസരിച്ച് 5 ഉത്സവങ്ങൾ, ദൃശ്യ നാടകോത്സവം, സംഗീതോത്സവം, പിന്നെ സാഹിത്യോത്സവം, പിന്നെ അങ്ങനെ ഒരു 3 ഉത്സവങ്ങളാണ്. അപ്പോൾ അല്ല 5 എണ്ണം. അപ്പോൾ അതിൽ 3 നമ്മൾ പ്രസന്റ് ചെയ്ത് പ്രൈസ് മേടിച്ചാലേ നമുക്ക് കലാപ്രതിഭ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയും കലാപ്രതിഭ നാടകത്തിൽ സാധനമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്ഥിരം നമ്മളെ ഐറ്റുണ്ട്, അഭിനയ പരിപാടി നമുക്ക് അറിയാലോ. അപ്പോൾ ഞാൻ സംഗീതോത്സവത്തിൽ ജാസ് പഠിച്ചു. ജാസ് എന്ന് പറഞ്ഞാൽ 1-2 ആൾക്കാർ മത്സരിക്കേണ്ടവരും. ഞാൻ പോയ പോലെ 3-4 ആൾക്കാർ. അപ്പോൾ ഞാൻ കോഡ് നമ്പർ 3 ആണ്. അപ്പോൾ ഞാൻ അന്നേരം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മുണ്ടുടുത്തിനാണ് പോവുക. അപ്പോൾ ഞാൻ മുണ്ടുടുത്തിന്, ബാക്കിയെല്ലാം ഈ ഭയങ്കര ടീമാണ്. SM കോളേജിലെയും സൈനോറ ഫിലിപ്പിൻ്റെ ഒക്കെ ഗായിക വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ സ്റ്റിങ്ങിനായിട്ട് സ്റ്റിക്കൊക്കെ മുകളിലൊക്കെ ഇട്ട് ഇങ്ങനെ ഞാനും ഇതാക്കി. അപ്പോൾ എൻ്റെ മുണ്ടേ വാസിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ വാസ് കുടുങ്ങുമ്പോൾ ഞാൻ ചവിട്ടി. പക്ഷെ ഒരു പ്രത്യേക താളം വന്നു. അപ്പോൾ ജഡ്ജസ് എന്തൊരു കേട്ടില്ല. അപ്പോൾ ജഡ്ജസ് പറഞ്ഞു കോഡ് നമ്പർ 3 ഭയങ്കര പ്രത്യേക താളം, നമ്മളെ മ്യൂസിക് ഇതിൽ പിന്നെ സിസ്റ്റത്തിൽ ഇല്ലാത്തൊരു താളം ഉണ്ടാക്കി ഫസ്റ്റ് എ ഗ്രേഡ്. ദൈവം സർവശക്തിയായിട്ട് ഇവിടെ നിമിത്തം വരെ വരുന്നതിൽ ഉദാഹരണമാണ്. അങ്ങനെ കലാവധിയായി. പക്ഷെ ഇതിനുള്ള അതിയായ ആഗ്രഹമാണ് നമ്മളെ ഇങ്ങോട്ട് നയിക്കുന്നതാണ്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഒന്ന് ചെയ്തെന്തെങ്കിലും? അല്ല, ഓട്ടം ഇപ്പോൾ തുള്ളാൻ പറ്റില്ലല്ലോ. ഒരു കുംഭേന്ദ്രം പോലെ വിഘ്നം കുടവയറും എന്നൊരു ചാരുസ്വരൂപം, മുമ്പിൽ ശ്രീ പാർവതിക്കും ശിവനു മിക പിറന്നു രോമലുണ്ണീ ഗണേശൻ, വമ്പിച്ചുള്ളൊരു വിഘ്നം വിരവിനോടകിലം തീർത്ത് രക്ഷിച്ചുകൊള്ളുവാൻ വമ്പേറും തമ്പുരാനെ തപമത കമലം സന്തതം കൈതൊഴുന്നേ. പിന്നെ ആള് സിനിമ ആണല്ലോ അധികം പാടിയാൽ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഒരു ബ്രേക്കിലേക്ക് കൂടി പോകുന്നു. അപ്പോൾ ഒരു ഇടവേളയിലേക്ക് കൂടെ പോവുകയാണ്. എന്തായാലും സുബീഷിന്റെ ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ സിനിമ മാർച്ച് 7-ാം തീയതി അല്ലേ? മാർച്ച് 7-ാം തീയതി റിലീസാവും. അപ്പോൾ അതിന്റെ കാത്തിരിപ്പിലാണ് സുബീഷിന്റെ ക്രൂവും ഫുൾ ടീം അംഗങ്ങൾ. സുബീഷിനോട് ഇനിയും ചോദിച്ചറിയാം. നമുക്ക് മോർണിംഗ് വൈബ്സിൽ സുബീഷ് തുടരും. പക്ഷെ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു, ഇടവേള.
വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ റോഡിൽ അവിടെ നമ്മൾ ചലച്ചിത്ര താരം സുബീഷ് സുധീമൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചായ കുടിക്കുമായിരുന്നു, അതിന്റെ ബില്ല് പേ ചെയ്യാൻ പോയതാണ് സുബീഷ്. എന്താണെങ്കിലും നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോയ ശേഷം വരാമെന്ന് തോന്നുന്നു. അതായത് സൗത്ത് ഇന്ത്യ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷനും ഇന്ത്യൻ അലിയൻസ് ഓഫ് ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് ചേർന്ന് കോഴിക്കോട് ഒരു മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. അതിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻ പട്ടം നേടിയത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഷ്താഖിനാണ്. അങ്ങാടിപ്പുറം സ്വദേശിയാണ്. സ്പോൺസർമാരൊന്നുമില്ലാതെ വലിയ വെല്ലുവിളികൾ നേടി അതിൽ ആ വെല്ലുവിളികൾ മറികടന്നത് ഒരു കഠിന പ്രയത്നത്തിന്റെ കഥയാണ്. CV അനുമു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോയ ശേഷം നമുക്ക് തിരികെ എത്താം. നമ്മൾ സുബീഷിന്റെ ചില്ലറ വർത്തമാനങ്ങളിലേക്ക് കൂടെ മടങ്ങിയെത്തണം ആ റിപ്പോർട്ടിലേക്ക്. മികച്ചൊരു ബോഡി ബിൽഡർ ആവുക കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ അത്ര എളുപ്പമല്ല ഇതിലേക്കുള്ള ചവിട്ടുവഴികൾ. എന്നോടൊപ്പം ചേരുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യയായി കഴിഞ്ഞ ദിവസം അംഗീകരിക്കപ്പെട്ട മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശിയാണ് മുഷ്താഖ്. നമസ്കാരം മുഷ്താഖ്. മുഷ്താഖ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ചാമ്പ്യൻഷിപ്പിലാണ് ആ പട്ടം നേടിയത് അല്ലേ? മിസ്റ്റർ സൗത്ത് ഇന്ത്യ പട്ടം നേടി. അതിനു മുമ്പ് മിസ്റ്റർ കേരള, മിസ്റ്റർ പാലക്കാടൊക്കെ ആയതാണ്. മുഷ്താഖ് വളരെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിലൊക്കെ എന്താണ് എന്നുള്ളത് തോന്നും. പക്ഷേ ഒരുപാട് പ്രയത്നം ആവശ്യമുള്ളൊരു ഇതാണല്ലോ. എങ്ങനെയുണ്ട് ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഉള്ളൊരവസ്ഥ? നേട്ടം സ്വന്തമാക്കിയതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഈ വർഷം 3 വട്ടം കരസ്ഥമാക്കിയിട്ടും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കോച്ചിൻ്റെ ഇതിലും ആസിഫ്ക എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെ അങ്ങാടിപ്പുറം മൈലങ്ങ സ്വദേശിയായ ആസിഫ് ഖാൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും അയാളുടെ കീഴിൽ തന്നെ ഞാൻ ട്രെയിൻ ചെയ്യുന്നതും ആൾ കഴിഞ്ഞ വർഷം മിസ്റ്റർ സൗത്ത് ഇന്ത്യ ഗോൾഡ് മെഡൽ മേടിച്ച ആളാണ്. ആളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യ ടൈറ്റിൽ കിട്ടി. എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ 3 വട്ടം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. സബ് ജൂനിയർ വിഭാഗത്തിലല്ലേ? സബ് ജൂനിയർ വിഭാഗത്തിൽ 3 വട്ടം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. ഇതിനു മുമ്പ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ടോ? 2 കൊല്ലം മുമ്പേ ചെയ്തിരുന്നു. അതിൽ മലപ്പുറം കാറ്റഗറി ഫസ്റ്റ് വന്ന്, പിന്നെ 2 കൊല്ലം റെസ്റ്റ് വന്ന്, പിന്നെ ഈ വർഷം 3 വട്ടം കരസ്ഥമാക്കി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിലേക്ക് നമുക്കറിയാം, ഈ ഒരു ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ ഡയറ്റ് എന്നുള്ളൊരു സാധനം സാധാരണ ഒരു മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ബോഡി ബിൽഡേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടി കാഠിന്യമുള്ളതായിരിക്കുമല്ലോ. ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഡയറ്റൊക്കെ ഭയങ്കര വർഷങ്ങളായിട്ട് പാലിക്കുന്നൊരു ശീലമാണോ? ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 11 മന്ത് ആയി. നല്ല ഹാർഡ്, നല്ല ഡയറ്റ് ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം. ഡയറ്റ് ഒന്ന് വിശദമാക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഡയറ്റിൽ? എന്താ, നമുക്ക് ജസ്റ്റ് ചിക്കന്, എഗ് വൈറ്റ്, പ്രോട്ടീന്, ഓട്സ്, അതൊക്കെ തന്നെ മെയിനായിട്ട്. പിന്നെ ബീഫ്, അങ്ങനെ മെയിനായിട്ട് ഫുഡ്. ഈ അരിഭക്ഷണവും ഭക്ഷണമൊന്നുമില്ല, ഓയിലില്ല, ഒക്കെ നമ്മള് ഒരു വർഷമായിട്ട് അരിഭക്ഷണം ഓയിലൊന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോയിന്ന്. മധുരം ഉപയോഗിക്കില്ല, മധുരല്ല, ഓയിൽ ഉപയോഗിക്കില്ല, ഓയിലില്ല, ഷുഗർ ഒന്നുമില്ല, അരിയില്ല, ഒന്നും ഒരു ഇതുമില്ല. സത്യം പറഞ്ഞാൽ ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് മുഴുവൻ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മസിൽ പിടിക്കാൻ മാത്രമാണല്ലോ ഇതെന്നല്ല. ഇത് ഈ വർക്കൗട്ട്, ഡയറ്റ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വലിയ കഷ്ടപ്പാടല്ലേ? നല്ല കഷ്ടപ്പാടാണ്. നമ്മൾ ഈ ആൾക്കാർ പറയുന്ന മരുന്നല്ല. ഡയറ്റ് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. നമ്മള് ഷുഗർ ഇല്ല, നമുക്ക് ഓയിലില്ല, പിന്നെ അരിഭക്ഷണമില്ല, ഒന്നുമില്ല, വെറും ചിക്കന്, കോഴിമുട്ട, അങ്ങനത്തെ ബ്രസ്റ്റ് പീസ് മാത്രം. അത് മസാല ഇല്ലാതെ നമ്മൾ കഴിക്കണം. പിന്നെ ഫംഗ്ഷനൊക്കെ നമ്മൾ എല്ലാ ഫംഗ്ഷനുകളും എല്ലാ പരിപാടിയും മാറ്റിച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങണത്. ഒരു വർഷമായിട്ട് കല്യാണത്തിനൊന്നും കൂടിയിട്ടില്ല. ഒരു വർഷമായിട്ട് ഞാൻ ഒരു പരിപാടിക്കും പോക്കില്ല. ഫുള്ള് ഇതിന്റെ പിന്നാലായിട്ട് എല്ലാവരും അങ്ങനെ മുമ്പോട്ട് പോയി ഈ പട്ടം കരസ്ഥമാക്കി. അതുകൊണ്ട് വലിയ സന്തോഷം. മത്സരത്തിന് മുമ്പാണെങ്കിൽ ഒരാഴ്ച മുമ്പേ കുറേ കൂടി വെള്ളമൊക്കെ കുടിക്കുന്നതിന് നിയന്ത്രണം അല്ലേ? എങ്ങനെയാ അത്? ഒരാഴ്ച, ഒരു 3-4 ദിവസം മുമ്പേ വാട്ടർ അളവ് കമ്മിയാക്കിയിട്ട്, കണ്ടന്റ് കമ്മിയാക്കി കൊണ്ടുവരും. ബോഡിയിൽ വാട്ടർ കമ്മിയായിട്ട് വാട്ടർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുറെ കഷ്ടപ്പാടുണ്ട്. എത്ര ലിറ്റർ വെള്ളം കുടിക്കാം? അത് നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ബോഡി പറ്റ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വാട്ടർ കട്ട് 2-3 ദിവസം മുമ്പ് വാട്ടർ കട്ട് സ്റ്റാർട്ട് ചെയ്യും. അളവ് കമ്മിയായിട്ട് ലാസ്റ്റ് ഡേ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് ഡേ ഒരു ഫുള്ള് വാട്ടർ കട്ട് ചെയ്യും. ഒട്ടും വെള്ളം കുടിക്കില്ല? ഒട്ടും വെള്ളം കുടിക്കൂല. അപ്പോൾ എങ്ങനെയാ, സ്പൂണിലാണോ ഭക്ഷണം? ഇല്ല, വെള്ളമല്ല,
ഒട്ടുമില്ല. ഒരു ദിവസം മുഴുവൻ അങ്ങനെ വേണ്ടി വരും. ഒരു ദിവസം ഫുള്ള് വാട്ടർ കട്ട് ചെയ്തിട്ട് പിന്നെ മത്സരം കഴിഞ്ഞതിന് ശേഷം വാട്ടർ കുടിക്കുള്ളൂ. ഈ നമുക്ക് ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അതൊക്കെ അതിൻ്റെ കൂടെ പ്രോട്ടീൻസ് ഉണ്ട്. വലിയൊരു എക്സ്പെൻസ് അല്ലേ ശരിക്കും ഈ ബോഡി ബിൽഡിംഗ്? ഉണ്ട്, നല്ല എക്സ്പെൻസാണ്. ഇതിന് നല്ല എക്സ്പെൻസാണ്. ഒരു മാസമൊക്കെ എത്ര ചിലവ് വരും? ഒരു മാസം ഇപ്പം നമുക്കൊരു കണക്കൊന്നും പറയാൻ കഴിയില്ല. നല്ല ഏകദേശം ഒരു 10 വെച്ച് പറയാൻ 10-30 20,000 മുകളിൽ വേണ്ടി വരും അല്ലേ? പ്രോട്ടീനും ചിക്കനും കോഴിമുട്ട എഗ് വൈറ്റും ഒക്കെ പാടായിട്ട് ഒരു കറക്റ്റ് കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഊഹം 10-15-20 ഏകദേശം ഒരു മാസത്തില്. സാധാരണ ഒരാൾക്ക് ഒരു മാസം ചെലവഴിക്കാൻ, അതായത് ഒരു മാസം തള്ളി നിൽക്കാൻ തന്നെ ഒരു കുടുംബത്തിന് 15,000 ഒക്കെ കൊണ്ട് കഴിയും. ആ സ്ഥാനത്താണ് ഒരാൾക്ക് ഡയറ്റും ഇതൊക്കെ മുന്നോട്ട് പോകാൻ 20,000 ചെലവ്. നല്ല ചെലവുള്ള ഒരു നല്ല എക്സ്പെൻസ് ഉള്ള പരിപാടിയാണത്. സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടോ? സ്പോൺസേഴ്സ് ഒന്നും ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണേ. ഇതുവരെ ആരും സ്പോൺസർ ചെയ്തിട്ടില്ല. പിന്നെ കുറെ പേര് സഹായിച്ചേക്കണ്, അതുകൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. ആരും ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടില്ല. അല്ലെ ശരിക്കും സ്പോൺസർ ഇല്ലാത്തതിന്റെ ഈ ഒരു യാത്ര വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പോൺസർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പെട്ടിട്ട് വേണം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഫുള്ള് സ്വന്തം റിസ്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പോൺസർ എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറേ പേര് സഹായിച്ചിരിക്കണ്, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും, ഏട്ടനായാലും ആസുഖയിലും എല്ലാവരും തന്നെ സഹായിച്ചിരിക്കണം. ഈ ജിമ്മിലെ പരിശീലനം കൂടി പരിശീലനം ഞാൻ ട്രെയിനറാണ്. ഇവിടെയും കുറേ ആൾക്കാരെ നമ്മൾ സഹായിച്ചിരിക്കണം. അത് മാത്രമേ മുമ്പോട്ട് പോയി. കുറേ പേര് സഹായിച്ചുകൊണ്ട് മാത്രമേ ഞാനിങ്ങനെ മുമ്പോട്ട് പോയി. നമുക്ക് സ്പോൺസറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ശരിക്കും ഈ ഒരു മേഖലയ്ക്ക് എത്രമാത്രം സ്വീകാര്യത കിട്ടുന്നുണ്ട്? ഈ ഒരു ജിമ്മുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാം. പക്ഷെ അതല്ലാതെ പൊതുസമൂഹത്തിന് ഇപ്പോഴും ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇല്ല, നമ്മൾ വന്ന് വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണ്. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു പുച്ഛാണ്. പ്രോട്ടീൻ പൗഡറാണ്, അതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിൽ നടക്കും. പറയുന്നത് അങ്ങനെ പറഞ്ഞു നടന്നോട്ടെ. പക്ഷെ ഇതിന്റെ കഷ്ടപ്പാട് ആർക്കും അറിയില്ല. ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ. ഡയറ്റ് എടുത്ത ഒരു ബോഡി ബിൽഡർ ഡയറ്റ് എടുത്ത ആ വ്യക്തിക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. ബോഡി ബിൽഡേഴ്സൊക്കെ ആണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും ഈ ആളുകൾ തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെൻഡ് കൂടുതലല്ലേ ഇപ്പോൾ? അതെ. അങ്ങനെ വരുന്നവരോട് എന്താ പറയാനുള്ളത്? എന്താ പറഞ്ഞു കൊടുക്കാറില്ല തടി കുറയ്ക്കാൻ പറ്റുന്നവരോട്? തടി കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവര് വരും, തടി കുറക്കണം എന്ന് പറയും, ഇത്ര മാസങ്ങൾ തടി കുറക്കണം എന്ന് പറയും. 1 month അഡ്മിഷൻ എടുക്കും. പിന്നെ തടി കമ്മിയായില്ല പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. ഒരു മാസം കൊണ്ടൊന്നും ഒരു ബോഡി ബിൽഡർ ഒരിക്കലും തടി കമ്മിയാവില്ല. അത്യാവശ്യം നല്ലൊരു തടിയുള്ളൊരു അത്യാവശ്യം വെയിറ്റ് ഇല്ല ആളാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 മാസം, ഒരു 1 year മിനിമം തുടർച്ചയായി കണ്ടിന്യൂ ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ഡയറ്റ് മെയിനായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യണം. എന്നാലേ ഉള്ളൂ നമുക്ക് ബോഡി കൺട്രോൾ ചെയ്യാൻ കഴിയാം. അല്ല വെറും വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. മെയിനായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്താൽ ഓയില് ഷുഗർ അരിഭക്ഷണമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മെയിനായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്താൽ ഏതൊരു ആൾക്കും ബോഡി ഫിറ്റ് ആക്കുന്നതാണ്. ഇപ്പോൾ ഈ താങ്കളുടെ ഈ നേട്ടം കാണുമ്പോൾ ഒരുപാട് പേർക്ക് യുവാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രചോദനം ഉണ്ടായിരിക്കും. പക്ഷെ അവരോടൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്? എന്തൊക്കെയാണ് അവരോട് പറയാനുള്ളത്? ബുദ്ധിമുട്ട് എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് ആരും അല്ലാത്തത് മുമ്പോട്ട് വരാത്തത്. നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, എന്നാലും നമ്മൾ അങ്ങനെ പ്രശ്നമില്ലാതെ പോയി കുറെ ആൾക്കാരെ സഹായിച്ചുകൊണ്ടും. ഇത്ര എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സാധനം അല്ലേ? എളുപ്പത്തിൽ ഇത്ര കിട്ടാൻ നല്ല പണിയാണ്. അപ്പോൾ 3ാമത്തെ തൊട്ടാണ് ഞാൻ ടൈറ്റിൽ അടിക്കണത്. നല്ല എക്സ്പീരിയൻസ് വന്നേക്കണം എനിക്ക്. ഇതിന്റെ അടുത്ത ലെവലില് ഇപ്പൊ സൗത്ത് ഇന്ത്യ വരെ ഈ സബ് ജൂനിയർ ലെവലിലുള്ളൂ അല്ലേ? സബ് ജൂനിയർ വരെ ഉള്ളൂ. ദേശീയതലം ജൂനിയർ സീനിയറാണ്. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും ഫോമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരുക്കങ്ങളായിരിക്കും അല്ലേ? ഒരുക്കങ്ങളാണ് ഇനി നോക്കാൻ പോണത്. തീർച്ചയായും എന്താണെങ്കിലും അടുത്ത വർഷം ദേശീയ തലത്തിൽ മിസ്റ്റർ ഇന്ത്യ ആയിട്ട് തന്നെ മുഷ്താഖിന് ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയട്ടെ. ആണെങ്കിലും വലിയ സ്വപ്നങ്ങളാണ് മുഷ്താഖിനുള്ളത്. മുഷ്താഖ് ഇവിടെ ഈ മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ആഷിഖ് ലൈഫ് ലൈനിലെ പരിശീലകൻ കൂടിയാണ്. എന്നാണെങ്കിലും അടുത്ത വർഷം അദ്ദേഹത്തിന് മിസ്റ്റർ ഇന്ത്യ എന്ന വലിയ ഒരു സ്വപ്നമുണ്ട്. അതിലേക്ക് ഉള്ള പരിശ്രമങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. സ്വന്തമായി ആരുടെയും പിന്തുണയൊന്നുമില്ലാതെ ഒറ്റയ്ക്കാണ് ഇദ്ദേഹം ഈ ഒരു നേട്ടത്തിലേക്ക് നടന്നു കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണയും ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ആവശ്യമാണ്. എന്തായാലും അടുത്ത വർഷം മിസ്റ്റർ ഇന്ത്യ എന്ന ആ വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അങ്ങാടിപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18.
ഓക്കെ, അപ്പൊ എന്തായാലും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നാണ് മോർണിംഗ് വൈബ്സ് തുടരുന്നത്. മോർണിംഗ് വൈബ്സിന്റെ കാഴ്ചകളിൽ ഒപ്പം നമ്മോടൊപ്പം സുബീഷും ചെയ്യുന്നുണ്ട്. സുബീഷ്, അപ്പോൾ ഈ ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം, അതിന്റെ ഒരു 1 ലൈൻ പറഞ്ഞാൽ എന്താ അതിന്റെ ഒരു കഥ മൊത്തം പറയണ്ട, സസ്പെൻസ് പൊളിക്കേണ്ട എങ്കിൽ പോലും പറയില്ല. എന്നാലും എന്താണ് അതിന്റെ ഒരു ചർച്ച, എന്താണ് അതിന്റെ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി? കേരളത്തിലെ ഒരു സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും, അത് ഒരു വീട്ടിൽ മാത്രമല്ല, അത് സമൂഹത്തിലും സൗഹൃദങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് രസകരമായി പിന്നെ നമ്മളെ ഹൃദയത്തിലോട് ചേർക്കുന്ന കുറച്ച് വളരെ സെന്റിമെന്റായ മുഹൂർത്തങ്ങളോടും കൂടി ഇതാക്കിയൊരു സിനിമയാണ് ഈ ഭാരത സർക്കാർ ഉൽപ്പന്നം. അത് ഭയങ്കര നമ്മൾ ഇതുവരെ പറയാത്തൊരു കഥയാണ്. പുരുഷവന്ധീകരണം ഒരു എനിക്കൊന്ന് ഇന്ത്യയിൽ ഒരു ഭാഷയിലും പറഞ്ഞിട്ട. അപ്പൊ അതും കൂടിയാണ് സിനിമയുടെ പ്രമുഖമായി ചർച്ച ചെയ്യുന്നത്. അതാണ് സിനിമ. കൂടുതൽ നീ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. വേണ്ട, ആളുകൾ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ടു. ഞാൻ ലൈവ് വേണ്ടി ചോദിക്കാം, ഈ എന്തുകൊണ്ട് കാണണം ഒരു പ്രേക്ഷകൻ ഈ സിനിമ? എന്തുകൊണ്ട് കാണണം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളിപ്പം ഞാൻ കൂടുതൽ എൻ്റെ കുട്ടീനെ പറ്റി ഞാൻ നല്ലതല്ലേ പറയും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ നമ്മൾ കണ്ട കണ്ടന്റുകൾ, നമ്മൾ ഉണ്ടാക്കിയ പിന്നെ ട്രെയിലറുകൾ, അതിൻ്റെ അടിയിലൊക്കെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നല്ല കമൻറ്റുകൾ ഇടുന്നു. നമ്മളെ പാട്ടിൽ വന്ന ഒരു സീൻ, ഒരു പയ്യ ടെർബോ ഒരു പേരെനിക്ക് ഓർമ്മയില്ല, ഇൻസ്റ്റയിൽ കട്ട് ചെയ്തിട്ടു. അതിനിപ്പോൾ 12 മില്യൺ കഴിഞ്ഞു. അപ്പോൾ അത്രയും ആൾക്കാർ ഈ സിനിമ ഈ കണ്ടന്റ്, ചെറിയ ചെറിയ കണ്ടന്റുകളും ട്രെയിലറും പാട്ടുകളും ഒക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും ഈ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. ഈ സിനിമ ഏത് ജനറേഷനും, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സുധീഷ് ഭായി, നിങ്ങൾ ഫാമിലിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പാടില്ല, എല്ലാ തലമുറയിലെ ആൾക്കാരും കാണേണ്ട ഒരു പടമാണ്. അയാൾ നോർത്ത് ഇന്ത്യനാ. അപ്പോൾ അയാൾ ഇത് ഗംഭീര സാധനമാണ് ഈ സിനിമ. അയാൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ ഒരിക്കലും ഫാമിലിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പാടില്ല, എല്ലാവരും കാണണം എന്ന് പറഞ്ഞു. അതാണ് ഈ സിനിമയുടെ ഒരു നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത്, ഒരു പ്രതീക്ഷ. അതെ. സുബീഷ്, ഈ കുറെ ബ്രേക്ക് വന്നോ ഫിലിമില്? ഇടയ്ക്ക് ഇത് ഒരു എന്താ പറയാ, സിനിമയിൽ നിന്ന് മാറുന്ന പോലെ. അതെന്നെ വിളിക്കാത്തോണ്ടാണ്. ബ്രേക്ക് ഞാൻ 1.5 വർഷമായിട്ട് ഇതിന്റെ പിറകില. ഇതിന്റെ ചെറിയൊരു ലൈനിൽ നിസാം റാവുത്തർ പറഞ്ഞ സാധനം, പിന്നെ ഇതിനു വേണ്ടി മൊത്തം നമ്മൾ ഇരുന്ന് കുറെ ആൾക്കാർ ഇരുന്ന്, പിന്നെ വീണ്ടും നിസാമൊക്കെ ഇരുന്ന്, അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കും. 1.5 വർഷം എടുത്തു. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് രണ്ട് തവണ മഴ വന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത്. അപ്പോൾ ഇതിൽ തന്നെ സിറ്റ് ഓൺ ചെയ്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വൈകാൻ കാരണം, മനസ്സിലായ. അപ്പോൾ വേറൊരു പരിപാടിക്കൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ എപ്പോഴും വന്ന വേഷങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മുക്തനാകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൊറോണയ്ക്ക് ശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 1.5 വർഷം 2 വർഷം ഗ്യാപ്പ് വന്നത്. ഈ സുബീഷ്, വേറെ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരിക്കലും വേറെ ഈ ബോഡി ഷേപ്പിംഗ് അതൊന്നും പറയരുത്. ഇപ്പോൾ ഞാനും നമ്മളെപ്പോലെ അത്യാവശ്യം സൈസൊക്കെ ആൾക്കാർ, പിന്നെ മാത്രമല്ല പണ്ടത്തെ ഒരു സിനിമയിലെ ഒരു നായക സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പറഞ്ഞ ജയറാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സിനിമ എൻട്രി എന്നൊക്കെ പറയുന്നത് അത്ര ഈസിയാന്ന് കരുതിയിരുന്നോ? അല്ല, ആ സമയത്തൊക്കെ നമ്മൾ നീ പറഞ്ഞ പോലെ കറക്റ്റാ. ഈ ബോഡി ഷേപ്പിംഗ് പറയാൻ പാടില്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരിടുന്ന സാധനങ്ങൾ നമ്മൾ തുറന്നു പറയണം. ഞാൻ ബോഡി ഷേപ്പ് നേരിട്ട ആളാണ്. നമ്മളെ പോലത്തെ ഒരാളെ എങ്ങനെ സിനിമയിൽ നിൽക്കും, ഇത് ഈ പറഞ്ഞ പോലെ സിനിമക്കൊരു ശരീരഭാഷയുണ്ട്. ആ ഭാഷകളൊക്കെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും നീ പറഞ്ഞ പോലെ അത്തരം ആൾക്കാർക്ക് മാത്രമേ ആ കാലത്ത് സിനിമയിൽ നിൽക്കാൻ പറ്റുന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനിയേട്ടനും ദിലീപേട്ടനൊക്കെ, സലീം കുമാറൊക്കെ തകിടം മറിച്ച് കളഞ്ഞു ഒരു കാലത്ത്. പിന്നീട് ആ വന്ന തലമുറ ഇങ്ങനെ പോയി പിന്നീട് അത് അങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ നമ്മളെന്താ പറയാ, ഇപ്പൊ സിനിമയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പറയാം, മുമ്പൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ സമയത്ത് മേക്കപ്പ് ഒരു 3 പ്രാവശ്യം എടുക്കും. ഇപ്പൊ മേക്കപ്പേ ഇല്ല, റിയലിസ്റ്റിക് ആണ് മൊത്തം മിക്കവാറും സിനിമയിൽ. ആ ഒരു മാറ്റം സിനിമയിലുണ്ട്. അല്ല, മുമ്പ് ഒരുപാട് പക്ഷെ മുമ്പ് ഈ സിനിമയോടുള്ള 2 മാറ്റങ്ങൾ വരുമ്പോൾ നല്ലതും മോശവും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുകൊണ്ട് മോശമുണ്ട്, മനസ്സിലായ. ഇപ്പോൾ ഒരുപാട് നടന്മാരുണ്ട്, പ്രതിഭകളായ നടന്മാരുണ്ട്. പക്ഷെ എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് അത് വലിയൊരു ചോദ്യം തന്നെ. മുമ്പ് വെച്ചാൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഈ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലെ കൗണ്ടറടികളും കോനടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല, ഇപ്പൊ ജാഫർക്ക, അജു, കുറെ ആളുണ്ടായിരുന്നു. എല്ലാവരും മാറി ഹരീഷ്. പിന്നെ നമ്മൾക്ക് കൗണ്ടർ അടിക്കാനും സമയമില്ല ബ്രോ. ഇത് മൊത്തം നമ്മളെ തലയിലായതുകൊണ്ടേ
നമ്മൾ ഓട്ടോ ഒരു മഴ പെയ്യുന്നുണ്ടാവും, ഒരു ഭാഗത്ത് ഡേറ്റ് ഉണ്ടാവില്ല, ഒരു ഭാഗത്ത് മറ്റുള്ള പ്രശ്നങ്ങൾ, ആകെ വിഷയങ്ങളിലൂടെ എങ്ങനെയൊക്കെ തീർത്തായി പടം. വല്ലാണ്ട് എഫേർട്ട് എടുത്തല്ലേ? വൺ എഫേർട്ടായിരുന്നു. എല്ലാവരും പറയും നമ്മൾ മാത്രം ആയതുകൊണ്ട് നിന്നുകൊണ്ട് ഈ പടം റിലീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴോ പകുതിക്ക് നിന്നുകൊണ്ട് പടമാണിത്. 2 പ്രാവശ്യം മഴ നമ്മൾ ചതിച്ച്. മഴ പ്രശ്നമായിരുന്നു. ഒരു 5 ദിവസം 10 ദിവസം ഒരു ഷെഡ്യൂള് 2 ഷെഡ്യൂൾ ആക്കേണ്ടി വന്നു പടം. ഒരു വലിയ ബഡ്ജറ്റ് മുടക്കേണ്ടി വന്നോ സിനിമയ്ക്ക്? അത്യാവശ്യം പടമായി, ഇതായി അത്യാവശ്യം ബഡ്ജറ്റ് ആയിട്ടുണ്ട്. ഒരു 3 CR അടുത്ത് എത്തിയിട്ടുണ്ട്. അത് ഇത്രയും ആർട്ടിസ്റ്റ്, പക്ഷേ ആർട്ടിസ്റ്റുകൾ പലരുമേ വളരെ കുറഞ്ഞ പൈസ മേടിച്ചവരുണ്ട്. കുറേ ആൾക്കാർ, 30% ആൾക്കാരും ഇപ്പൊ വിജയ് ബാബു, എൻ്റെ നമ്മളെ സ്നേഹബന്ധത്തിൽ ലാൽ ജോസ് സാർ ഇഷ്ടം കൊണ്ട് എന്നോട് ഒന്നും വാങ്ങിച്ചില്ല. രമേശ് പിഷാരടി ആദ്യം കാസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പിഷാരടി ഡേറ്റില്ലാതെ മാറിയപ്പോൾ വിജയേട്ടൻ വന്നു. അപ്പോൾ വിജയ് ബാബു എന്നോട് ചോദിച്ചു എത്ര എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ എന്നോട് ഒരു പിഷാരടിക്ക് എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു പിഷാരടിക്ക് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇയാളെ എനിക്കൊന്നും വേണ്ട. മൂപ്പറൊക്കെ വളരെ ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്, പക്ഷേ ഒരുപാട് നന്മകളിലൊരു മനുഷ്യനാണ്. അത് നമ്മളെപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ലാൽ ജോസ് സാറ്, ജോയ് മാത്യു, ഇവരൊക്കെ കുറേ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരാണ്. ലാൽ ജോസ് സാറല്ല, ജോയ് മാത്യു, വിജയ് ബാബു, വിജയേട്ടനൊക്കെ. പക്ഷെ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അത് നമ്മൾ അവരോട് ഇടപെടുക തന്നെ വേണം. ഈ സിനിമ രംഗത്ത് ജാഫർക്ക് കുറച്ച് ചെറിയ പൈസ മേടിച്ചിട്ടു, അജു, എല്ലാവരും നമ്മളോട് സഹകരിച്ചിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ സിനിമാ രംഗത്ത്? അങ്ങനെ എനിക്ക് വൻ സുഹൃത്തുക്കളൊന്നും ഇല്ല ടീച്ചർ, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് എപ്പോഴും ഡീപ്പായിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം പിന്നെ തിയേറ്ററിലേക്ക് എത്തി, ഞാനൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ഒരു സുബീഷ് എന്നൊരു നടൻ ഇപ്പോഴുള്ള ഒരു കഥാപാത്രത്തിനും അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ളതിനും അപ്പുറത്തേക്ക് ഒരു വലിയ ഉയരത്തിലേക്ക് വളർന്നു വന്നാൽ ഇതുപോലെയൊക്കെ നടക്കാനിറങ്ങും, ആൾക്കാരുടെ തോളത്ത് ഏടുകയൊക്കെ ചെയ്യുമോ? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടം. എനിക്ക് എന്നെ അറിയാത്തതുകൊണ്ട് നമ്മളൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുക എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതന്നെ, നമുക്ക് അങ്ങനെ ചിന്തകളേ ഇല്ല. ഇത് കഴിഞ്ഞാൽ ആലോചനയൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ അടുത്ത പടമാണ് നമ്മൾ ആലോചന. അതിൽ വേറെ അതിനുള്ള സംബന്ധം ഇതിനുള്ള സൗഭാഗ്യങ്ങൾ അത് നമ്മൾ ആസ്വദിക്കേണ്ട അടുത്ത് പോയി ആസ്വദിക്കാതല്ലാണ്ട് ഈ പാവം നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ ഇതൊക്കെ ഇപ്പോൾ നോക്കുങ്ങൾ ഇതാ ഈ തെരുവിലൂടെ പോകുന്ന ഈ റോഡിലൂടെ പോകുന്ന ഒരു സാധാരണ മനുഷ്യന്മാർ ഒരാളാണ് നമ്മൾ. അത്രേ നമ്മളെ കാണാൻ പാടുള്ളൂ. ഇനി എങ്ങനെ അടുത്ത പ്രൊജക്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞുണ്ടോ? അടുത്ത ഇത് കഴിഞ്ഞാലും മാത്രമേ ചിന്ത ഉള്ളൂ. പക്ഷേ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എന്തായാലും പ്രോജക്റ്റുകളുണ്ട്, ഗംഭീര പ്രോജക്റ്റ് അടുത്തത്. ഇതുപോലെ തന്നെ ശക്തമായൊരു പ്രമേയം, ശക്തമായ ഒരു ഡയറക്ടറുമായിട്ടായിരിക്കും അടുത്ത പടം വരുന്നത്. സുബീഷ് അടുത്തൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. വെൽ പ്ലാൻഡ് അല്ല, നമ്മളൊരു കഥ കിട്ടി. കഥ എഴുതുന്ന ആള് നമ്മളൊരു സുനിൽ DYSP, ഒരു DYSP-യാ, ബേക്കലും DYSP. ഇപ്പോൾ കണ്ണൂരേക്ക് മാറി. മൂപ്പറൊരു കഥ, ഗംഭീര കഥയാണ്. അപ്പോൾ അത് പക്ഷെ ഞാൻ ബാക്കിയൊന്നും പറയില്ല. ഡയറക്ടർ ആരാണല്ലോ, ഡയറക്ടർ മലയാളത്തിലെ പ്രമുഖനായ ഒരാളാണ്. അതെങ്ങനെ ഈ വർഷം തന്നെ തുടങ്ങും? ഈ വർഷം തുടങ്ങണം, ഓഗസ്റ്റ് ആകുമ്പോൾ തുടങ്ങും. അത് നല്ല പ്രോജക്റ്റാണ്. ഓക്കെ. അപ്പൊ ഈ സിനിമ റിലീസായി വലിയ താമസമില്ലാണ്ട് അടുത്ത പ്രോജക്റ്റിലേക്ക് കിടക്കും. ഇത് വിജയിക്കട്ടെ. അതൊക്കെ വിജയിക്കും, അതിൽ എന്ത് സംശയമുള്ള വിജയിക്കും. നമ്മൾ നല്ല ഒരു ശ്രമത്തോടുകൂടി എന്ത് നടത്തിയാലും അത് സക്സസ്ഫുൾ ആവാതിരിക്കില്ല. അത് തീർച്ചയായും, അതാണ് വിശ്വാസം. അപ്പം ഇനി വീട്ടില് അച്ഛൻ അമ്മ അവരൊക്കെ വൻ സപ്പോർട്ടായിരുന്നോ? അവര് അന്നോട്ട് ഇന്നോട്ട് ഇന്ന വരെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ നമ്മളെ ചേച്ചിയുടെ മക്കള് അവരെ എൻ്റെ പെറ്റാ, സുഹൃത്തുക്കളെ പോലെയാ. പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ഇപ്പോൾ TV-യിലായ സുഹൃത്ത്, ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ ലൈഫിലെ ഭാഗമാണ്. പയ്യന്നൂരത്തെ ഒരുപാട് സുഹൃത്തുക്കൾ, അവിടുത്തെ പുരോഗമനമായി ചിന്തിക്കുന്ന മനുഷ്യന്മാർ, ഒരുപാട് ആൾക്കാർ കേരളത്തിലെ പല സ്ഥലങ്ങൾ. ഇപ്പം കണ്ടില്ലേ കൊച്ചിയിൽ, ഇപ്പോൾ എൽദോ നമ്മളടുത്ത ആളാണ്. എൽദോ ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഓടി വരികയല്ല. അപ്പോൾ നമ്മളൊരു ശിക്ഷിച്ചിരിക്കുന്ന സൗഹൃദം അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി ചോദിക്കാം. ലല്ലു നമ്മളെ സ്വന്തം മുത്ത ലല്ലുവേട്ടൻ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും വീട്ടില്. അപ്പം ഈ കോമഡി കഥാപാത്രങ്ങളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഇല്ലപ്പോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കോമഡി ചെയ്തല്ലോ കുറെ, ആ കാലത്ത് ചെയ്തിരുന്നു. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇനി ഇതിന്റെ ഇതുപോലെ ഇരിക്കും. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 2 സിനിമകളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ക്യാരക്ടർ നായകനായിട്ട് മാത്രം നിൽക്കും ഞാൻ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ നമുക്കറിയില്ലല്ലോ. പക്ഷെ ഇത് ഒരു നല്ല സിനിമ ചെയ്യുവാന്നതിൽ ആഗ്രഹമുണ്ട്. അതായത് സിനിമയുടെ ഭാഗമായി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. വേറെ എങ്ങനെ എന്ത് ചെയ്യണം, 24 മണിക്കൂർ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ഒരു വർഷം നമുക്ക് ഇത്ര സിനിമ ചെയ്യണം,
ലൊക്കേഷനിലേക്ക് പോകണം, അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും ലൈഫിനി സിനിമാ ജീവിതം എന്നുള്ളത് തന്നെയാണ് തീരുമാനം. വേറെ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം ആലോചിക്കുന്നില്ല. അതിപ്പോ ഇതന്നെ നമ്മള് ഇതിന്റെ കൂടെ ഒരു ഭാഗമല്ലേ. അപ്പൊ ഇത് നമ്മള് വിജയിച്ചാൽ കോടികൾ കിട്ടുന്നില്ല വിശ്വാസമില്ല പോകുന്നത്. ഉറപ്പ് കിട്ടുവാണ്ടിരിക്കോ? കിട്ടും. എങ്ങനെ ഒരു നല്ലൊരു ഫുൾ റിലീസ് അല്ലേ വേൾഡ് വൈഡ്? എങ്ങനെയാ? ഇവിടെ ആദ്യം ഉണ്ട്, ഇവിടെ 19ഓളം തിയേറ്ററിലുണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ കൂടെ ചിലപ്പോൾ ദുബായിൽ GCC റിലീസ് ചെയ്യപ്പെടും. അടുത്ത ആഴ്ച ഔട്ട് ഓഫ് കേരള റിലീസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ റിലീസ് ചെയ്യും. എല്ലായിടത്തും റിലീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൊമോഷനൊക്കെ കാര്യമായി ഊർജ്ജമായി നടക്കുന്നില്ലേ? എല്ലാ ദിവസവും പ്രൊമോഷനാ. എല്ലാ പ്രൊമോഷനും നമ്മൾ പോകുന്നുണ്ട്. നമ്മളിപ്പോ ആരാ നമ്മളെ വിളിക്കുന്ന എല്ലാം നമ്മളെ സഹായിക്കുന്നത്. ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനൽസ്, ശ്രീകാന്ത് വെട്ടിയാർ, മൃണാൾ, ഒരുപാട് ആൾക്കാരാ നമ്മളെ വിളിച്ചിട്ട് നിങ്ങളിത് ഇന്റർവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഓ ചേട്ടാ നിങ്ങളെ സഹായിക്കാം, നിങ്ങളെ നമുക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വലിയൊരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കുറെ ഇവരെ ചാനൽസ് എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കായും നമ്മളെ ടീമായിട്ട് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗംഭീരമാവട്ടെ. എന്നാലും നമ്മളിപ്പോൾ ഉള്ളത് ഈ പറയുന്ന പോലെ കൊച്ചി സ്റ്റേഡിയത്തിന്റെ മുൻവശത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താട്ടോ സുബീഷ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ തൊട്ടടുത്തോ അതിന്റെ പിറകിലാണല്ലേ ആ കാണുന്ന മൂന്നാമത്തെ വീട്. സ്റ്റേഡിയത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള മൂന്നാമത്തെ വീടെന്നൊക്കെ പറയാം. നാലാമത്തെ വീട്. ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ മോർണിംഗ് വാക്ക് ഒക്കെ ആയിട്ട് ഇറങ്ങും. ഇതുപോലുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള സംസാരം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു എന്തായാലും മോർണിംഗ് വൈബ്സിൽ നിന്ന് കിട്ടിയത്. കാരണം മോർണിംഗ് വൈബ്സ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് അവരോട് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവർ ആദ്യം കണ്ടപ്പോൾ ഇത്രയും പ്രായമുള്ള ആൾക്കാർ എങ്ങനെ എനർജി ആയിട്ട് ഇടപെടുമെന്ന് പിന്നെ അവരുടെ ഒരു വർത്തമാനം കേട്ടപ്പോൾ തന്നെ വല്ലാണ്ട് ഭയങ്കര എനർജിയാണ്. എല്ലാവരും ദിനേശ് ചേട്ടൻ നമ്മളെല്ലാം അവർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ വടക്കുന്ന് വരുന്നിട്ടേ അതാ ഞാൻ പറയുന്നത്, മെട്രോ നഗരത്തിനായപ്പോലും ഇവിടെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരെല്ലാം കണ്ടിട്ടാണ് ഈ രാവിലത്തെ ഒരു പോസിറ്റീവ് വൈബിൽ ആരംഭിക്കാൻ കഴിഞ്ഞു തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ മോർണിംഗ് വൈബ്സിന്റെ മറ്റൊരു അധ്യായം കൂടി നമ്മൾ ഏതാണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരോട് ഈ സിനിമ റിലീസ് ചെയ്യാൻ തൊട്ട് മുമ്പ് സുബീഷ് പറയാനുള്ളതെന്ന് പറയാം. ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഇത് ഒരുപാട് മനുഷ്യന്മാരുടെ പ്രയത്നമാണ്, സ്വപ്നമാണ്. നമ്മളുണ്ടാക്കിയത് നല്ലൊരു സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഇത് നമ്മൾ മാത്രമല്ല, ഇത് സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തറയിൽ നിൽക്കുന്ന ആശാ വർക്കേഴ്സ്, മാധ്യമപ്രവർത്തകർ, നമ്മളെ മനീഷ് നാരായണൻ, നിങ്ങളുടെ മനീഷ് ചേട്ടനൊക്കെ പണ്ടിട്ട് കുറേ ആൾക്കാർ കണ്ടിട്ട് എല്ലാവരും നല്ല പടന്നാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ എന്തായാലും ഇത് വൻ വിജയമാക്കണം. നമ്മളൊരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഉറപ്പായിട്ടും ഇത് വൻ ഹിറ്റാകും. കാരണം ആ പ്രതീക്ഷ, ആ ആഗ്രഹം എനിക്കുണ്ട്. കാരണം നമ്മുടെ അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ് സുബീഷ്. സുബീഷ്, താങ്ക് യു സോ മച്ച് മോർണിംഗ് വൈബ്സിൽ ജോയിൻ ചെയ്തതിന്. ഒരുപാട് സന്തോഷമുണ്ട്. 2007 എംജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ ഒരുമിച്ച് വന്ന് താമസിച്ച് കിടന്നുറങ്ങിയതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. എന്താണെങ്കിലും വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞത്, സിനിമാ നടനായി കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, അതിനേക്കാൾ ഉപരി ഒരു നായകനായി കണ്ടതിലുള്ള സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നു. എന്നാലും മോർണിംഗ് വൈബ്സ് തൽക്കാലം ഇന്നിവിടെ പൂർത്തിയൊക്കെയാണ്. നാളെ വീണ്ടും എത്തും മോർണിംഗ് വൈബ്സിൽ മറ്റൊരു അതിഥിയോ കാഴ്ചകളോ ഒക്കെയുമായി. വീണ്ടും നാളെ കാണാം. മോർണിംഗ് വൈബ്സ് വിട പറയുന്നു. ബൈ. ഓക്കെ.